ആദരണീയനായ അധ്യക്ഷൻ, ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ VD സതീശൻ അവർകൾ, കേരളത്തിൻ്റെ ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ അവർകൾ, ഈ ചടങ്ങിന് ആശംസ അർപ്പിക്കുന്ന ഏറ്റവും ആദരണീയനായ വ്യവസായ വിവര സാങ്കേതിക വിദ്യ വകുപ്പ് മന്ത്രി ശ്രീ PK കുഞ്ഞാലിക്കുട്ടി അവർകൾ, മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ബഹുമാനപ്പെട്ട നിയമസഭാംഗം ശ്രീ K രാജൻ MLA അവർകൾ, നിയമസഭാ സെക്രട്ടറി ഇൻചാർജ് ശ്രീ ഷാജി C ബേബി, ബഹുമാനപ്പെട്ട മന്ത്രിമാരെ, പ്രിയപ്പെട്ട നിയമസഭാ സാമാജികരെ, മാധ്യമ പ്രവർത്തകരെ, നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥരെ, പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത് നിയമസഭാ സാമാജികർക്ക് വേണ്ടി 2 ദിവസങ്ങളായി നടത്തപ്പെടുന്ന ഓറിയൻറ്റേഷൻ പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങാണ്. ഓരോ പുതിയ നിയമസഭ രൂപീകരിക്കുമ്പോഴും അതിലെ അംഗങ്ങൾക്ക് വേണ്ടി നിയമസഭാ സെക്രട്ടേറിയറ്റ് ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഇതുപോലെ സംഘടിപ്പിക്കാറുണ്ട്. പുതിയ അംഗങ്ങൾക്ക് മാത്രമല്ല, മുഴുവൻ അംഗങ്ങൾക്കും ഏറ്റവും പ്രയോജനപ്രദമായിട്ടുള്ള തരത്തിലാണ് ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം സംഘടിപ്പിച്ചിരിക്കുന്നത്. നിയമസഭയിൽ ഏതാണ്ട് 71-ലധികം പുതുമുഖങ്ങൾ ഉണ്ട് എന്നുള്ളത് നമുക്കറിയാം. നമ്മളെല്ലാവരും പൊതുപ്രവർത്തകരാണ്. പൊതുപ്രവർത്തകരെന്നുള്ള നിലയിൽ സ്വാഭാവികമായും ജനങ്ങളുടെ വിഷയങ്ങളിൽ നേരിട്ട് ഇടപെടാനും അവരുടെ ആവശ്യങ്ങൾ അധികാര കേന്ദ്രങ്ങളിൽ എത്തിക്കുവാനും ഒക്കെയുള്ള കഴിവും പ്രാപ്തിയുമുള്ളവരാണ് ഇവിടെ ഉള്ള 140 നിയമസഭാ അംഗങ്ങളും. പക്ഷേ നമ്മെ സംബന്ധിച്ചിടത്തോളം നിയമസഭാ നടപടികളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത്, ഏത് രീതിയിലാണ് കീഴ്വഴക്കങ്ങളും ചട്ടങ്ങളും നിയമങ്ങളും നമ്മൾ പാലിച്ച് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ സംബന്ധിച്ചടക്കം പഠിക്കേണ്ടതായിട്ടുണ്ട്. അത്തരം കാര്യങ്ങളൊക്കെ ഉദ്ദേശിച്ചുകൊണ്ട് കാലാകാലങ്ങളായിട്ട് നിയമസഭയുടെ സെക്രട്ടേറിയറ്റ് നടത്തി വരുന്ന ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൽ എല്ലാ അംഗങ്ങളും ശ്രദ്ധയോടുകൂടി പങ്കെടുക്കണമെന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിക്കുകയാണ്. ഏറെ ചരിത്രവും പാരമ്പര്യവുമുള്ള ഒരു നിയമസഭയാണ് നമ്മുടേത്. ഒരുപാട് കീഴ്വഴക്കങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നാടിന് ഉതകുന്ന രീതിയിലുള്ള ഒരുപാട് പരിഷ്കാരങ്ങളും പുത്തൻ നിയമങ്ങളും ഒക്കെ പാസ്സാക്കിയിട്ടുള്ള ഈ സഭയിലെ ഓരോ അംഗവും കൃത്യമായി ചട്ടങ്ങളും കീഴ്വഴക്കങ്ങളും ഒക്കെ പഠിച്ച് ഏറ്റവും മികവുറ്റ ജനപ്രതിനിധികളായി മാറുന്നതിന് വേണ്ടിയിട്ടുള്ള കഠിനാധ്വാനം നടത്തുന്നതിൻ്റെ ഒരു പരിശീലന കളരി കൂടിയായിട്ട് ഇതിനെ കാണണമെന്ന് കൂടി സൂചിപ്പിക്കുകയാണ്. മറ്റ് ദീർഘമായിട്ടുള്ള കാര്യങ്ങളിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. പഴയ അംഗങ്ങൾക്ക് ഒരുപക്ഷെ നിയമസഭാ നടപടികളെ സംബന്ധിച്ചുള്ള കൃത്യമായ ബോധ്യമുണ്ട്. അവരുടെ ഇടപെടലുകളൊക്കെ തന്നെ നമ്മുടെ റെക്കോർഡിലുണ്ട്. പക്ഷെ പുതിയ അംഗങ്ങളും കാര്യങ്ങളൊക്കെ പഠിച്ച് ഈ നടപടിക്രമങ്ങളിൽ കൃത്യമായി ഇടപെടലുകൾ നടത്തുവാൻ വേണ്ടിയിട്ടുള്ള പരിശ്രമങ്ങൾ തുടങ്ങേണ്ടതാണ്. ഇതിനെ സംബന്ധിച്ച് ആദ്യാവസാനം വരെ നിയമസഭാ നടപടികളിൽ ഇരിക്കുക എന്നുള്ളത് തുടങ്ങിയുള്ള കാര്യങ്ങൾ ഇവിടെ ഈ ക്ലാസ്സുകളിലൊക്കെ പറയുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ആധുനിക കാലഘട്ടത്തിന് വലിയ പ്രത്യേകതകളുണ്ട്. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളും വിവര സാങ്കേതിക വിദ്യയുടെ പുത്തൻ മാനങ്ങളുമൊക്കെ കടന്നു വരുമ്പോൾ അത്തരം കാര്യങ്ങളിൽ കൂടി നമുക്ക് ചില കാര്യങ്ങൾ പഠിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. പ്ലാനിങ്ങിനെ സംബന്ധിച്ചടക്കം നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ചൊക്കെ വളരെ ഫലപ്രദമായ രീതിയിൽ ക്ലാസ് എടുക്കാൻ കഴിയുന്ന വളരെ പ്രഗത്ഭമതികളായിട്ടുള്ള നമ്മുടെ മുൻ മന്ത്രിമാരടക്കമുള്ള മുൻ സാമാജികരായിട്ടുള്ള മുൻ സ്പീക്കറടക്കം ശ്രീ MP രാജേഷ് അടക്കമുള്ളവർ മുന്നിലിരിപ്പുണ്ട്. അടക്കമുള്ള ഒട്ടേറെ ആളുകൾ, ഒട്ടേറെ നേതാക്കളാണ് ഈ ക്ലാസ് എടുക്കുന്നത്. അതിൽ ഫലപ്രദമായി നിങ്ങൾ പഠിക്കണം. അതുമാത്രമല്ല, സംശയങ്ങൾക്ക് നിവാരണം വരുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാവൂ എന്നുള്ളതാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഈ എൻ്റെ കർത്തവ്യത്തിലേക്ക് ഞാൻ കടക്കുകയാണ്. ഈ ചടങ്ങിൻ്റെ അധ്യക്ഷൻ ഏറ്റവും ആദരണീയനായ സ്പീക്കറാണ്. അദ്ദേഹത്തെ കേരള സമൂഹത്തിന് ഏറ്റവും പരിചയമുള്ള ഒരു രാഷ്ട്രീയ പൊതുപ്രവർത്തകനാണ് ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. അദ്ദേഹത്തെ അനുഭവ സമ്പത്തും ഭരണ പരിചയവുമൊക്കെ ഈ നിയമസഭയ്ക്ക് അറിയുന്ന കാര്യമാണ്. സഭയിൽ മാത്രമല്ല ഭരണരംഗത്തും ഒരുപോലെ അനുഭവ സമ്പത്തുള്ള ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ
എല്ലാ നടപടിക്രമങ്ങളും കൃത്യമായി പാലിച്ച് മുന്നോട്ട് പോകാനുള്ള പ്രാവീണ്യമുള്ള ആളാണ്. ആ ബഹുമാന്യ വ്യക്തിത്വത്തെ ഈ അവസരത്തിൽ ഈ സഭയ്ക്ക് വേണ്ടി ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങ് ഔപചാരികമായി ഉദ്ഘാടനം ചെയ്യുന്നത് കേരളത്തിൻ്റെ ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർകളാണ്. ജനാധിപത്യത്തിൻ്റെ ശ്രീകോവിലായ നിയമസഭയുടെ ലീഡർ കൂടിയാണ് അദ്ദേഹം. ദീർഘകാലം MLA എന്നുള്ള നിലയിലുള്ള പരിചയത്തിനപ്പുറമായി പുസ്തകങ്ങളൊക്കെ അരച്ച് കലക്കി പഠിച്ച് അതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കി നിയമത്തിൻ്റെ പഴുതുകൾ അടച്ച് കാര്യങ്ങൾ അപഗ്രഥിക്കുന്ന ശ്രീ വി.ഡി. സതീശൻ പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്കും സഭാ നടപടികളിൽ ഏക പ്രാഗൽഭ്യം തെളിയിച്ചിട്ടുള്ള ബഹുമാന്യനായ വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പരന്ന വായനയടക്കം എല്ലാവർക്കും പിന്തുടരാവുന്നതാണ് എന്നുള്ളതിന് സംശയം വേണ്ട. ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്ന ഏറ്റവും ബഹുമാന്യനായ കേരളത്തിലെ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർകളെ സ്നേഹാദരവോടെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഈ ചടങ്ങിൽ മുഖ്യപ്രഭാഷണം നടത്തുന്നത് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ അവർകളാണ്. അദ്ദേഹം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി എന്നുള്ള നിലയിലും നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ പതിറ്റാണ്ടുകളുടെ അനുഭവ സമ്പത്തുള്ള ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട വ്യവസായ വിവരസാങ്കേതിക വകുപ്പ് മന്ത്രി ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടി അവർകൾ, അദ്ദേഹം ഈ നിയമസഭയിൽ തുടർച്ചയായി അംഗമായിട്ടുള്ള ഒരു ജനപ്രതിനിധി കൂടിയാണ്. അദ്ദേഹത്തിൻ്റെ ശ്രദ്ധേയമായിട്ടുള്ള സംഭാവനകൾ പലപ്പോഴും കേരളം ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അദ്ദേഹത്തെ ഞാൻ ഈ സദസ്സിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ വേദിയിൽ ഉപവിഷ്ടനായിരിക്കുന്ന ബഹുമാന്യനായ മുൻ മന്ത്രി കൂടിയായിട്ടുള്ള ശ്രീ K. രാജൻ MLA, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ പെരുമാറ്റം കൊണ്ടും ഇടപെടലുകൾ കൊണ്ടും വളരെ ഹൃദ്യമായ രീതിയിൽ നിയമസഭാ അംഗങ്ങളോടടക്കം ഇടപെടുന്ന ഒരു വ്യക്തിത്വമാണ്. അദ്ദേഹത്തിൻ്റെ പരിചയവും സമ്പത്തും ഈ നിയമസഭ വിലമതിക്കുന്നു. അദ്ദേഹത്തെയും ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. നിയമസഭാ സെക്രട്ടറി ഇൻചാർജ് ശ്രീ ഷാജി K. ബേബി, അദ്ദേഹത്തെയും ഞാൻ ഈ ചടങ്ങിൻ്റെ മറ്റു കാര്യങ്ങൾ, ഇതിൻ്റെ കൃത്യമായ നടത്തിപ്പിന് വേണ്ടിയിട്ടുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ ഒരുക്കി പോകുന്ന നിയമസഭാ സെക്രട്ടറി ഇൻചാർജിനെയും അതുപോലെ തന്നെ നിയമസഭാ ഉദ്യോഗസ്ഥരെയും ഞാൻ ഈ അവസരത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഇവിടെ ഈ ഓറിയൻറ്റേഷൻ ക്ലാസ്സിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്ന മുഴുവൻ സാമാജികരെയും മാധ്യമ പ്രവർത്തകരെയും മറ്റു സുഹൃത്തുക്കളെയും സ്വാഗതം ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്. അധ്യക്ഷ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാന്യനായ മുഖ്യമന്ത്രി ശ്രീ വി.ഡി. സതീശൻ അവർകൾ, മുഖ്യപ്രഭാഷണം നിർവഹിക്കുന്ന ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ അവർകൾ, ആശംസ അറിയിക്കുന്ന നമ്മളുടെ പ്രിയപ്പെട്ട ശ്രീ P.K. കുഞ്ഞാലിക്കുട്ടി അവർകൾ, ശ്രീ K. രാജൻ അവർകൾ, സമ്മേളനത്തിൽ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, സ്നേഹനിധിയായ നമ്മളുടെ പാർലമെൻറ്റിലെ സെക്രട്ടറി ജനറലായി സേവനമനുഷ്ഠിച്ചിട്ടുള്ള ശ്രീ TDP ആചാര്യൻ അവർകൾ, സ്നേഹമുള്ള ഷാജി C. ബേബി, സഹോദരങ്ങളെ, യഥാർത്ഥത്തിൽ നമ്മളൊരു ഓറിയൻറ്റേഷൻ കോഴ്സിൻ്റെ തുടക്കത്തിലാണ്. അതുകൊണ്ട് സ്വാഭാവികമായും ഔത്സുക്യത്തോടു കൂടി നിങ്ങൾ ഇതിനകത്ത് പങ്കെടുക്കുമെന്നുള്ള ഒരു ചിന്തയോടു കൂടിയാണ് ഞാൻ നിൽക്കുന്നത്. നമ്മുടെ നിയമസഭാ സാമാജികരിൽ 71 ആളുകൾ പുതിയ ആളുകളാണ് എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം പുതിയ ആളുകളാണ്. ബാക്കിയുള്ള അവരുടെ ചേട്ടന്മാർ നിരവധി വർഷത്തെ സർവീസുള്ള ആളുകളുമാണ്. അപ്പോൾ ഇതിൻ്റെ ഒരു ഏകോപനം നമുക്കുണ്ടാവണം. അതിനേറ്റവും പറ്റിയത് ഒരു ഓറിയൻറ്റേഷൻ കോഴ്സുണ്ടായി നിങ്ങൾക്കുള്ള സംശയം ചോദിക്കാനുള്ള സന്ദർഭം തരിക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ മുതിർന്ന സഹോദരന്മാർക്ക് എന്തെങ്കിലും പറയുവാനുണ്ടെങ്കിൽ അത് ഷെയർ ചെയ്യുക. വിദഗ്ധരായിട്ടുള്ള ആളുകൾ നമ്മളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. പ്രാവീണ്യമുള്ള പാർലമെൻറ്റേറിയൻസ് എന്ന് തെളിയിച്ചിട്ടുള്ള നമ്മുടെ കക്ഷി നേതാക്കന്മാർ അവർ കാര്യങ്ങളെക്കുറിച്ച് വിശദീകരിക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ഈ 2 ദിവസം കൊണ്ട് പൂർത്തിയാക്കണമെന്നുള്ളതാണ് നമ്മൾ വെച്ചിട്ടുള്ളത്. ഒരു മികച്ച പാർലമെൻറ്റേറിയൻ ആകണം എന്ന് നിങ്ങളുടെ എല്ലാവർക്കും ആഗ്രഹമുണ്ട് എന്നെനിക്കറിയാം. യഥാർത്ഥത്തിൽ നമ്മളുടെ റൂളും ചട്ടങ്ങളും അതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.
അതിൻ്റെ വിശദീകരണങ്ങളെല്ലാം വരുന്നത് ശക്തരാൻ കൗളിനകത്താണ്. അതിൻ്റെ വിശദാംശങ്ങൾ ഇവിടെ ക്ലാസ് എടുക്കുന്ന ആളുകൾ പറയുകയും ചെയ്യും. ഞാൻ എന്നെ സംബന്ധിച്ച് 3 പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഇവിടെ പ്രാവീണ്യമുള്ള നമ്മളുടെ അതിപ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകളുണ്ട്. എങ്കിലും ഞാൻ എൻ്റെ ഒരു കാഴ്ചപ്പാട് പറയാം. ഇവിടെ 282, അതോടൊപ്പം തന്നെ 283, 304, 303 ഇതൊക്കെ എങ്ങനെ കൈകാര്യം ചെയ്യാൻ പറ്റും എന്ന് നിങ്ങൾ പഠിച്ചാൽ തന്നെ പകുതി പാഠമാകും എന്നാണ് എൻ്റെ വിശ്വാസം. സഭയ്ക്കകത്ത് എങ്ങനെ പെരുമാറണം എന്ന് വിശദീകരിക്കുന്ന ഒരു ഭാഗമുണ്ട്. അതാണ് ഞാൻ 282 കുറിച്ച് പറഞ്ഞത്. നമ്മുടെ ഉത്തരവാദിത്തത്തെക്കുറിച്ച് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഭാഗമുണ്ട്. അതും ഇതിനകത്ത് അടക്കം ചെയ്തിരിക്കുകയാണ്. അവശേഷിക്കുന്നത് നേരത്തെ പറഞ്ഞ പോലെ ക്രമപ്രശ്നങ്ങൾ ഉന്നയിച്ച് സഭയുടെ ശ്രദ്ധയിൽ നിങ്ങൾക്ക് എങ്ങനെ വരാൻ പറ്റും എന്നുള്ളത് 303 നിങ്ങൾക്ക് വായിച്ചറിയാൻ പറ്റും. അപ്പോൾ ഇവിടെ നിന്ന് നടക്കുന്ന ഒരു ഓറിയൻറ്റേഷനും നിങ്ങളുടെ പ്രായോഗികമായ ചിന്തയും രണ്ടും കൂടി കൂട്ടിയിണക്കിയാൽ ഒരു നല്ല പാർലമെൻറ്റേറിയനായി വരാൻ പറ്റും എന്ന് ഞാൻ കണക്കാക്കുകയാണ്. നമ്മുടെ നിയമസഭയ്ക്ക് 138 വർഷത്തെ പാരമ്പര്യമുള്ളതാണ്. ഇന്ത്യൻ പാർലമെൻറ്റുകളിലെ അസംബ്ലികളിലെ ഏറ്റവും പാരമ്പര്യമുള്ളത് ഇത് നമ്മളുടെ കേരള നിയമസഭയാണ് എന്നാണ് എൻ്റെ ചിന്ത. ശ്രീ TDP ആചാര്യ സാറിനെ പോലുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് ഫൈനലായിട്ട് പറയാൻ പറ്റും. ഇവിടെ ഈ വേദിയിലുള്ള ആളുകൾ നമ്മുടെ സമുന്നതരായ നേതാക്കന്മാരാണ്. നമുക്കുള്ള പ്രശ്നം ജനങ്ങളുടെ മധ്യത്തിൽ നിൽക്കുന്ന നിങ്ങൾ പാർലമെൻ്ററി കാര്യങ്ങളിലേക്ക് ഇടപെടുമ്പോൾ അതിനെ നമുക്കെങ്ങനെ കൂട്ടിയിണക്കാൻ പറ്റും എന്നുള്ളതാണ്. ജനകീയ പ്രശ്നങ്ങൾ നമുക്ക് ജനപ്രതിനിധി സഭയിലെ പറയാൻ പറ്റൂ. അത് ശക്തമായും വ്യക്തമായും ക്ലാരിറ്റിയോടുകൂടി നമുക്ക് ഇതിൻ്റെ മുമ്പിൽ എത്തിച്ചാലുള്ള ഗുണം സ്വാഭാവികമായും നമ്മൾക്കും സ്വയം ശക്തി പ്രാപിക്കാൻ കഴിയും. നമ്മളെ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾക്കൊരു വിശ്വാസ്യത വളർത്തിയെടുത്തുകൊണ്ട് വരാനും കഴിയും. നിങ്ങൾ തെരഞ്ഞെടുപ്പുകളിൽ നല്ല പോരാട്ടം നടത്തിയിട്ടുള്ള ആളുകളാണ്. ജനങ്ങൾ നന്നായി നിങ്ങളെ സഹായിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ജനപ്രതിനിധി സഭയിലേക്ക് വന്നെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. ഇനി ജനപ്രതിനിധി സഭയിൽ വന്നു കഴിയുമ്പോൾ നമ്മളുടെ റോള് മറ്റൊന്നാണ്. നമ്മളുടെ റോള് നമ്മളെ സഹായിച്ചവർ മാത്രമല്ല, നമ്മളോടൊപ്പം നിൽക്കുന്ന ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന ജനവിഭാഗങ്ങൾ ഏത് ഭാഗത്ത് നിന്നാലും അവരുടെ പൊതു താല്പര്യം അംഗീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ പറ്റുന്ന നല്ല ജനപ്രതിനിധിയായി മാറാൻ കഴിയണം എന്നുള്ളതാണ് നമ്മുടെ ആഗ്രഹം. കേരളത്തിൻ്റെ പാരമ്പര്യത്തെക്കുറിച്ച് അതാണ് ഞാൻ ഓർമ്മിപ്പിച്ചത്. അതിന് പറ്റത്തക്ക വിധത്തിലുള്ള ചർച്ചകൾ നമുക്കിവിടെ വരണം. സ്വാഭാവികമായിട്ട് സ്പീക്കറുടെ റൂളിംഗ് വരുമ്പോൾ ആ റൂളിംഗ് ശരിയോ തെറ്റോ എന്ന് വേണമെങ്കിൽ നിങ്ങൾക്ക് 2 പ്രാവശ്യം ആലോചിക്കാൻ പറ്റും. പക്ഷേ റൂൾ ബുക്ക് അനുസരിച്ച് സ്പീക്കറാണ് അവസാനത്തെ വാക്ക് പറയേണ്ട ആൾ. അതുകൊണ്ട് അവസാനത്തെ വാക്ക് ആദ്യമേ പറഞ്ഞ് ആളുകളെ വിഷമത്തിലാക്കാൻ അതിന് ഒരു വ്യക്തിപരമായി ഞാൻ ആഗ്രഹിക്കുന്നുമില്ല. നമുക്കിതെല്ലാം ചിട്ടയോടുകൂടി നല്ല അടുക്കോടുകൂടി ഇന്ത്യ ശ്രദ്ധിക്കുന്ന വിധത്തിലുള്ള ജനപ്രതിനിധികളായി വന്ന് മുന്നോട്ട് പോകാനുള്ള അന്തരീക്ഷം ഉണ്ടാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ്. ഇതിൽ പങ്കെടുത്ത മുഴുവൻ ആളുകൾക്കും നമ്മളുടെ പ്രിയപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ സ്വാഗതം പറഞ്ഞു. അതുകൊണ്ട് 2ാം പ്രാവശ്യം സ്വാഗതം എന്നുള്ള നിലയിൽ ഞാൻ ആ വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷേ ഈ കൂടിച്ചേരൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാത്ത അനുഭവമായി മാറ്റാൻ എല്ലാവരും ഉണ്ടാകണം എന്ന് മാത്രം ഞാൻ വിനയപൂർവ്വം അപേക്ഷിക്കുകയാണ്. ഈ വേദിയിൽ ക്ലാസ് എടുക്കുന്ന നമ്മളുടെ മുഖ്യമന്ത്രി അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും. പ്രതിപക്ഷ നേതാവ് അദ്ദേഹം അഡ്രസ്സ് ചെയ്യും. ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോലെയുള്ള ശ്രീ കെ രാജനെ പോലെയുള്ള പ്രഗത്ഭന്മാരായിട്ടുള്ള ആളുകൾ അവരുടെ നിയമസഭാ നടപടികളെടുത്ത് നോക്കിയാൽ മതി. തികച്ചും മാതൃകയോടുകൂടി നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അതിന് പറ്റത്തക്ക വിധത്തിലേക്ക് നിങ്ങളുടെ മനസ്സും നിങ്ങളുടെ പ്രവൃത്തിയും നിങ്ങളുടെ ചിന്തയും ഏകോപിപ്പിച്ച് കൊണ്ടുപോകണമെന്ന് മാത്രം വിനയപൂർവ്വം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ അധ്യക്ഷ പ്രസംഗം അവസാനിപ്പിക്കുന്നു. സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നതിനായി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ VD സതീശനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാന്യനായ അധ്യക്ഷൻ നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയൻ, പ്രിയപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ, കക്ഷി നേതാക്കളായ പ്രിയങ്കരനായ മന്ത്രി ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ്, ശ്രീ കെ രാജൻ, പ്രിയപ്പെട്ട
ഇൻചാർജ് നിയമസഭാ സെക്രട്ടറി ശ്രീ ഷാജി സി ബേബി, ബഹുമാന്യരായ മന്ത്രിമാർ, നിയമസഭാ അംഗങ്ങൾ, നിയമസഭാ സെക്രട്ടേറിയറ്റിലെ ഉദ്യോഗസ്ഥർ, പ്രിയപ്പെട്ടവരെ, നമ്മുടെ 16-ാം കേരള നിയമസഭയുടെ നിയമസഭാ സാമാജികർക്കായുള്ള ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിനാണ് തുടക്കം കുറിച്ചിരിക്കുന്നത്. നിരവധി അംഗങ്ങൾ ഈ സഭയിൽ ആദ്യമായി പുതിയതായി എത്തിയവരുണ്ട്. രണ്ടാമതെത്തിയവരും മൂന്നാമതെത്തിയവരും സ്പീക്കറെ പോലെ 8ാമത്തെ പ്രാവശ്യം എത്തിയ ആളുകളും ഒക്കെ ഉണ്ട്. വളരെ സീനിയേഴ്സായിട്ടുള്ള ആളുകളുണ്ട്. എല്ലാവരുടെയും ഒരു മിക്സാണ് നമ്മുടെ സഭ. ഇന്ത്യയിൽ ഏറ്റവും നന്നായി നിയമസഭ നടക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ്. ഞാൻ പുതിയതായി വന്ന അംഗങ്ങളോടാണ് എനിക്ക് കൂടുതൽ പറയാനുള്ളത്. നിങ്ങളുടെ പൊതുജീവിതത്തിൽ കിട്ടിയ ഏറ്റവും വലിയൊരു നിയോഗമായി, ഒരു അസൈൻമെൻറ്റായി നിങ്ങളിതിനെ കാണണം എന്നാണ് എൻ്റെ വിനയപൂർവമായ അഭ്യർത്ഥന. ഇതൊരു വലിയ അസൈൻമെൻറ്റാണ്. ജനകീയ പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ, ആ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ, ശ്രദ്ധയില്ലാതെ കിടക്കുന്ന വിഷയങ്ങൾ, പാർശ്വവൽക്കരിക്കപ്പെട്ട് കിടക്കുന്ന ജനവിഭാഗങ്ങളുടെ ആരും ശ്രദ്ധിക്കാത്ത വിഷയങ്ങളെ ഫോക്കസിൽ കൊണ്ടുവരാൻ, ഗവൺമെൻറ്റിൻ്റെ ഉദ്യോഗസ്ഥരുടെ എല്ലാം ശ്രദ്ധയിൽപ്പെടുത്തി അതിന് പരിഹാരമുണ്ടാക്കാൻ ഒക്കെയുള്ള നിരവധി ശ്രമങ്ങൾ നടത്താൻ വേണ്ടിയിട്ടുള്ള അവസരമാണ് നമുക്കിത്. നമ്മളെല്ലാം പൊതുപ്രവർത്തനത്തിൻ്റെ ഭാഗമായി, രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നിരവധി തലങ്ങളിലുള്ള നിരവധി സെക്ടറിലുള്ള ആളുകളുമായി ആശയവിനിമയം നടത്തുന്നവരാണ്. നേരിട്ട് നമ്മളോട് വന്ന് സങ്കടങ്ങൾ പറയുന്നവരാണ് ആളുകൾ. വിവാഹ വീടുകളിൽ പോകുമ്പോൾ, പരിപാടികളിൽ പോകുമ്പോൾ, മരണ വീടുകളിൽ പോകുമ്പോൾ ആളുകളുടെ സങ്കടങ്ങൾ, ഒറ്റയ്ക്കൊറ്റയ്ക്കുള്ള സങ്കടങ്ങൾ കേൾക്കുന്നവരാണ് നമ്മൾ. ഒരേ സങ്കടങ്ങൾ ഒന്നിൽ കൂടുതൽ ആളുകൾ തുടർച്ചയായി പറയുമ്പോൾ ഒരു നിയമസഭാ സാമാജികൻ അത് മനസ്സിൽ കുറിക്കണം. അതിന് പരിഹാരമുണ്ടാക്കാൻ, ന്യായമാണ് എന്ന് നമുക്ക് തോന്നുന്ന ഒരു വിഷയം പരിഹാരമുണ്ടാക്കണം എന്ന് മനസ്സിൽ കുറിക്കണം. അത് നിയമസഭയിൽ കൊണ്ടുവന്ന് ചർച്ചയുടെ ഭാഗമാക്കി, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫോക്കസിൽ കൊണ്ടുവന്ന് അതിന് പരിഹാരമുണ്ടാക്കാൻ കഴിയും. നിയമസഭാ പ്രവർത്തനം എന്ന് പറയുന്നത് ഭരണഘടനാപരമായുള്ള ഒരവകാശം കൂടിയാണ്. ഭരണഘടനയുടെ ആർട്ടിക്കിൾ 208 അനുസരിച്ചിട്ടാണ് നമ്മുടെ ഈ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ യഥാർത്ഥത്തിൽ നിയമസഭാ നടപടിക്രമങ്ങളുടെ ഏറ്റവും മുകളിൽ നിൽക്കുന്നത് ഭരണഘടന തന്നെയാണ്. ആ ഭരണഘടന അനുസരിച്ച് ആർട്ടിക്കിൾ 208 അനുസരിച്ചിട്ടാണ് നമ്മൾ 314 റൂൾസ് ഉള്ള കേരളത്തിൻ്റെ റൂൾസ് ഓഫ് പ്രൊസീജിയർ ഇവിടെ ഉള്ളത്. നമ്മുടെ ലോകസഭയിൽ ദീർഘകാല സേവനം അനുഷ്ഠിച്ച, ഞങ്ങളെല്ലാം സംശയങ്ങൾ ചോദിച്ച് വിളിക്കുന്ന, നിരവധി വർഷക്കാലമായി വിളിക്കുന്ന ശ്രീ PDT ആചാര്യ ഇവിടെയുണ്ട്. ലോകസഭാ പ്രവർത്തനങ്ങൾ, നിയമസഭാ പ്രവർത്തനങ്ങളെല്ലാം ഈ ചട്ടക്കൂടിലാണ്, ഈ റൂൾസ് ഓഫ് പ്രൊസീജിയറിൻ്റെ കീഴിലാണ്. നമ്മൾ കേരള നിയമസഭയിൽ ഉണ്ടാക്കിയ റൂൾസ് ഓഫ് പ്രൊസീജിയറാണ്. അതിൽ ഓരോ കാര്യങ്ങൾക്കും കൃത്യമായ റൂളുകളുണ്ട്. ഓരോ കാര്യങ്ങൾ, ഇപ്പോൾ രാവിലെ ആദ്യം 9 മണിക്ക് തുടങ്ങുന്നത് ചോദ്യോത്തരവേളയാണ് തുടങ്ങുന്നത്. ആ ചോദ്യോത്തരം എങ്ങനെയായിരിക്കണം, എത്ര ദിവസം മുമ്പ് അത് കൊടുക്കണം, കാരണം മന്ത്രിമാർക്ക് അത് മറുപടി പറയാനുള്ള അവസരം കൂടി വേണം. അതിനെ സംബന്ധിച്ച വിശദാംശങ്ങൾ, ചോദ്യങ്ങൾ ഏത് രൂപത്തിലാകണം, എങ്ങനെ ചോദിക്കാൻ പാടില്ല, എങ്ങനെ ചോദിക്കണം തുടങ്ങിയ മുഴുവൻ കാര്യങ്ങൾ റൂൾസിലെ 26 മുതൽ 48 വരെ പറയുന്നുണ്ട്. 26 മുതൽ നോക്കിക്കോ, 26 മുതൽ 48 വരെ. 48 അടിയന്തര ചോദ്യമാണ്. അടിയന്തരമായി ചോദ്യം ചോദിക്കാനുള്ള ഒരവസരമാണ്. സാധാരണ ചോദ്യോത്തര വേള കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന സമയത്തെ 0 അവർ എന്നാണ്. 0 അവർ എന്ന് റൂൾസ് ഓഫ് പ്രൊസീജിയറിലൊന്നും 0 അവറിനെ കുറിച്ചുള്ള പരാമർശമില്ല. പക്ഷെ പൊതുവെ നിയമസഭാ സാമാജികരും നിയമസഭയുമായി ബന്ധപ്പെട്ട മാധ്യമപ്രവർത്തകരെല്ലാം 0 അവർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. അവിടെയാണ് സാധാരണ നമ്മുടെ നിയമസഭയിൽ ഏകദേശം എല്ലാ ദിവസവും എന്ന പോലെ റൂൾ 50 വരുന്നത്, അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങൾ അവതരിപ്പിക്കുന്നത്. ആ വിഷയത്തിന് രാവിലെ ആയിരിക്കും നോട്ടീസ് കൊടുക്കുന്നത്. രാവിലെ നോട്ടീസ് കൊടുത്താൽ പ്രധാനപ്പെട്ട വിഷയം, അതുമായി ബന്ധപ്പെട്ട ഏത് മന്ത്രിയാണ് മറുപടി പറയേണ്ടതെന്ന് തീരുമാനിച്ചാൽ ആ മന്ത്രി സഭയിലെത്തി ഈ നോട്ടീസിന് ആദ്യം മറുപടി പറയും. നോട്ടീസ് കൊടുത്താൽ അത് അവതരിപ്പിക്കും. ആദ്യം മന്ത്രി മറുപടി പറഞ്ഞിട്ടാണ് നോട്ടീസ് കൊടുത്താൽ അവതരിപ്പിക്കുന്നത്. അവതരിപ്പിച്ച് കഴിഞ്ഞാൽ വീണ്ടും മന്ത്രിക്ക് മറുപടി പറയാനുള്ള ഒരവകാശമുണ്ട്. വേണമെങ്കിൽ തൃപ്തരാണ്, സാധാരണ പ്രതിപക്ഷത്ത് നിന്നാണ്
റൂൾ 50 നോട്ടീസ് എപ്പോഴും കൊടുക്കാറുള്ളത്. കേരളത്തിൻ്റെ ഒരു പ്രീസിഡൻ്റ് അതാണ്, പ്രതിപക്ഷത്ത് നിന്നാണ് കൊടുക്കാറ്. തൃപ്തരായാൽ ഇരിക്കുക പ്രതിപക്ഷം, ഇല്ലെങ്കിൽ പ്രതിപക്ഷത്തിന് ഒരു ഓപ്ഷനുണ്ട്. എന്താണ്? വാക്കൗട്ട് പ്രസംഗങ്ങൾ നടത്താം. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിന്, ഉപനേതാവിന്, കക്ഷി നേതാക്കന്മാർക്ക് വാക്കൗട്ട് നടത്തി. എനിക്ക് തോന്നുന്നു കേരള നിയമസഭയിൽ പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഏറ്റവും കൂടുതൽ ഫോക്കസിൽ വരുന്ന വിഷയങ്ങൾ ഈ അടിയന്തര പ്രമേയത്തിൻ്റെ റൂൾ 50 നോട്ടീസാണ്. റൂൾ 50 നോട്ടീസിന് റൂൾ 52 അടക്കമുള്ള ചില കണ്ടീഷൻസ് ഉണ്ട്. എന്തെല്ലാം പറയാം, എന്തെല്ലാം പറയാൻ പാടില്ല, സബ്ജുഡീസ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയാൻ പാടില്ല തുടങ്ങി. പിന്നെ കീഴ്വഴക്കങ്ങളുണ്ട്, അത് ഞാൻ പിന്നീട് പറയാം. അപ്പോൾ അത് അവതരിപ്പിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ വാക്കൗട്ട് പ്രസംഗം നടത്താം. വാക്കൗട്ട് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പല ആളുകളും വിചാരിച്ചിരിക്കുന്നത് വാക്കൗട്ട് നടത്തി നമ്മളെ നേരെ വീട്ടിലേക്ക് പോകുന്നതാണ്. അപ്പോൾ പ്രതിപക്ഷം വാക്കൗട്ട് നടത്തി നേരെ വീട്ടിലേക്കല്ല പോകുന്നത്. അതൊരു സിംബോളിക് ആയിട്ടുള്ള, പ്രതീകാത്മകമായിട്ടുള്ളൊരു പ്രതിഷേധമാണ്. മന്ത്രിയുടെ മറുപടിയിലോ പ്രതിഷേധിച്ച് ഒരു സിംബോളിക് ആയിട്ടുള്ള ഒരു സംഭവമാണ്. പുറത്തുപോയി ഒരു ചർച്ചയും പിന്നെ മുടങ്ങാതെ കേരള നിയമസഭയുടെ പ്രീസിഡൻസ് അനുസരിച്ച് തിരിച്ചു വന്ന് ബാക്കിയുള്ള ചടങ്ങിൽ പങ്കെടുക്കും. നിയമസഭാ പ്രവർത്തനങ്ങൾ സ്റ്റോൾ ചെയ്ത് അത് മുഴുവൻ സ്തംഭിപ്പിച്ച് പോകാറുണ്ട്. അതൊക്കെ വളരെ റെയറായിട്ടാണ്, കേരളത്തിൽ വളരെ കുറച്ചാണ് നടക്കാറുള്ളത്. മറ്റുള്ള സ്ഥലത്തെ അപേക്ഷിച്ച് വളരെ കുറച്ചാണ് നടക്കാറുള്ളത്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് 2 പേർക്ക് ഒരു ദിവസം കോളിംഗ് അറ്റൻഷൻ കിട്ടും, രാവിലെ 2 പേർക്ക്. അത് റൂൾ 62 ആണ്. കോളിംഗ് അറ്റൻഷൻ റൂൾ 62 ആണ്. 62 അനുസരിച്ച് പ്രധാനപ്പെട്ട വിഷയങ്ങൾ അവതരിപ്പിക്കുക. അതിന് കുറച്ചുകൂടി സമയം കിട്ടും. അത് കഴിഞ്ഞാൽ സാധാരണ നമ്മൾ നിയന്ത്രിതമായി സ്പീക്കർ നിശ്ചയിക്കുന്ന തരത്തിലുള്ള നിയന്ത്രിതമായിട്ടുള്ള സബ്മിഷനുകളാണ്. അത് റൂൾ 304 ആണ് സബ്മിഷൻ. റൂൾ 304 ആണ് സബ്മിഷൻ. അതനുസരിച്ചുള്ള മണ്ഡലത്തിലെ വിഷയങ്ങൾ, പൊതുവായ വിഷയങ്ങൾ, ഇതെല്ലാം കൊണ്ടുവരും. പിന്നീട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, ഓരോ അവസരങ്ങളും നമ്മളൊരു വിഷയത്തെ ശ്രദ്ധിക്കാൻ വേണ്ടി, ഇപ്പോൾ നല്ല രീതിയിലൊരു ചോദ്യോത്തരവേള നടക്കുക, ഒരു 4 അംഗങ്ങൾ വിചാരിച്ചാൽ ആരും ശ്രദ്ധിക്കാതെ കിടക്കുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട വിഷയം, ജനങ്ങളുടെ, ഗവൺമെൻറ്റിൻ്റെ, ഉദ്യോഗസ്ഥരുടെ എല്ലാവരുടെയും ഫോക്കസിലേക്ക് എത്തിക്കാൻ പറ്റും. 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ മതി. 4 പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. പണ്ട് ഒരു നിയമസഭയിൽ ഒരു ചോദ്യം, വിവാഹ ചെലവുകൾ വർദ്ധിക്കുന്നതിനെക്കുറിച്ച്. അവരുടെ പണമുള്ള ഒരു വലിയ ആർഭാടമായിട്ട് വിവാഹം നടത്തും, അല്ലാത്തവർ വലിയ കഷ്ടപ്പെടുകയാണ് എന്നൊക്കെ പറഞ്ഞൊരു ചർച്ച വന്നു. അപ്പോൾ വിവാഹത്തിന് നികുതി ഏർപ്പെടുത്തണം കൂടുതൽ എന്ന് പറഞ്ഞിട്ടൊരു ചർച്ച, നല്ല ചർച്ച. 3-4 ചോദ്യങ്ങൾ വന്ന് ഉടനെ ഇതിനെതിരായിട്ടുള്ള ഒരു വികാരം വന്നു, ഇതിന് നികുതി ഏർപ്പെടുത്തണം ചിലവ്. അപ്പോൾ ഞാൻ ഇടപെട്ടു. ഞാൻ പറഞ്ഞ ചോദ്യത്തിൽ പറഞ്ഞു, ഇതൊരു ഇൻഡസ്ട്രി ആയിട്ട് കാണണമെന്ന്. വിവാഹം, കാരണം ഒരു വിവാഹം ഒരു കുടുംബം നടത്തുമ്പോൾ അവരൊരു 10 ലക്ഷം രൂപ അല്ലെങ്കിൽ 5 ലക്ഷം രൂപ ചിലവാക്കിയാൽ എത്ര പേരുടെ കൈകളിലേക്കാണ് ഇത് പോകുന്നത്, അല്ലേ? പന്തലുകാരൻ, കേറ്ററിങ്ങുകാരൻ, മനസ്സിലായില്ല, പിന്നെ പൂ മേടിക്കുന്ന സ്ഥലത്ത്, ആഭരണം മേടിക്കുന്ന സ്ഥലത്ത്, പിന്നെ ഡ്രസ്സ് മേടിക്കുന്ന സ്ഥലത്ത് തുടങ്ങി പ്രിൻറ്റിങ് തുടങ്ങി എത്ര സ്ഥലത്തേക്കാണ് ആ പൈസ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് പോകുന്നത്. അപ്പം നമ്മുടെ മണി സർക്കുലേഷൻ്റെ അകത്തൊരു പ്രധാനപ്പെട്ട ഭാഗം കൂടി വിവാഹം ഒരു ഇൻഡസ്ട്രി പോലെ ഉണ്ട്. അതെല്ലാവരും ലളിതമായി നടത്താൻ തീരുമാനിച്ചാൽ എത്ര പേര് പട്ടിണിയാവും, എത്ര പേർക്ക് തൊഴിലില്ലാതാവും. അപ്പം നമുക്കൊരു വിഷയത്തിൻ്റെ വ്യത്യസ്തമായ ഭാവങ്ങൾ, വ്യത്യസ്തമായ സൈഡ്, ചിലപ്പോൾ നമ്മൾ രാവിലെ വന്ന് അവിടെ നിയമസഭയിൽ ഇരിക്കുമ്പോൾ ഒരു വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണ മാറ്റിമറിക്കുന്നതായിരിക്കും പലരും പലരുടേതായ അഭിപ്രായങ്ങൾ പറയുമ്പോൾ. ഞാനത് നിയമസഭയിൽ മുഴുവൻ സമയം ഇരുന്നിരുന്ന ഒരാളാണ്. ക്യാൻറ്റീനിൽ പോയാൽ പോലും, ക്യാൻറ്റീനിൽ പോയി കഴിഞ്ഞാൽ നിയമസഭയിൽ വല്ലതും സംഭവിക്കുമോ? നമ്മൾ മാറി ഒന്നും സംഭവിക്കില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നമ്മൾ മാറി അവിടെ പോയി ഇരുന്നാൽ നിയമസഭയ്ക്ക് എന്തെങ്കിലും പ്രശ്നമാവുക എന്നുള്ള ആദ്യം കൂടി പെട്ടെന്ന് തിരിച്ചു വന്ന നിയമസഭയിൽ നടപടിക്രമങ്ങൾ ശ്രദ്ധിക്കണമെന്നാണ് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും പറയാനുള്ളത്. നടപടിക്രമങ്ങൾ, അത് ചിലപ്പോൾ സീനിയേഴ്സായിട്ടുള്ള ആളുകൾ പോലും ശ്രദ്ധിക്കാത്തവരുണ്ട്, അവിടെ ഇരിക്കാത്ത ആളുകളുണ്ട് ചിലർ. നിയമസഭയിൽ പരമാവധി സമയം ഇരുന്ന് നടപടിക്രമങ്ങൾ ശ്രദ്ധിക്കണം. ഭരണഘടന 2 കാര്യങ്ങളാണ്. ഞാൻ ആദ്യം വന്നപ്പോൾ 3 ആഴ്ച 2001 വന്നപ്പോൾ 3 ആഴ്ച നിരീക്ഷിച്ചു. ഒന്ന്, ഭരണഘടനാപരമായ നടപടിക്രമങ്ങൾ, നേരത്തെ പറഞ്ഞ പോലെയുള്ള കാര്യങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണൽ ഒബ്ലിഗേഷൻ. ഇപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കുക, ബഡ്ജറ്റിൽ ആനുവൽ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് എന്ന ബഡ്ജറ്റിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നത് ബഡ്ജറ്റ് എന്നുള്ള വാക്കുപോലും ഭരണഘടനയിലില്ല. അതൊക്കെ നമ്മൾ നിയമസഭാ അംഗമായിട്ടാണ് അറിയുന്നത്. നോക്കി, ഒന്ന് അതാണ്. 2 ഫിനാൻഷ്യൽ മാറ്റേഴ്സാണ് കൂടുതൽ വരുന്നത്. അപ്പോൾ അന്ന് എനിക്ക് ഒന്നും അറിയത്തില്ല ഫിനാൻസ്, സത്യം ABCD അറിയില്ല. ഞാൻ ഫിനാൻസ് എക്കണോമിക്സ് പഠിച്ചിട്ടുമില്ല. എനിക്ക് 3 ആഴ്ചയായപ്പോൾ പേടിയായി. കാരണം ഫിനാൻസ് പഠിക്കാതെ
നല്ല ഒരു നിയമസഭാ സാമാജികനാകാൻ പാടില്ല. ഞാൻ ശരിക്കും പറയട്ടെ, കോളേജിൽ പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നന്നായി, അല്ലെങ്കിൽ സ്കൂളിൽ പഠിച്ചതിനേക്കാൾ കൂടുതൽ ഒരു നിയമസഭാ സാമാജികൻ എന്നുള്ള നിലയിൽ ആദ്യം ഞാൻ ഫിനാൻസ് പഠിക്കാനാണ് ശ്രമിച്ചത്. ടാക്സ്, എനിക്ക് ഒന്നും അറിയില്ല, ടാക്സ് ഒരു കാര്യം അറിയില്ല. പിന്നെ പഠിക്കാൻ ശ്രമിച്ചു. നമുക്ക് പഠിക്കാൻ പറ്റും. നമ്മുടെ അതിഗംഭീരമായൊരു നിയമസഭാ ലൈബ്രറി നമുക്കുണ്ട്. നമുക്ക് മറ്റുള്ളവരുടെ പ്രസംഗങ്ങൾ കേട്ട് പഠിക്കാം, സംശയങ്ങൾ ചോദിക്കാം. ചോദിച്ച് നമുക്കൊരു വിഷയത്തെ വളരെ പെട്ടെന്ന് 1-2 വർഷം കൊണ്ട് നമുക്ക് അറിയാൻ പാടില്ലാത്തൊരു വിഷയത്തെ നമുക്കതിൽ, നമ്മളൊരു ചിലപ്പോൾ ഒരു അതോറിറ്റി ഒന്നും ആവില്ല, പക്ഷേ നമുക്ക് മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്കത് പഠിക്കാൻ പറ്റും നമുക്ക് നന്നായി. പിന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിയമസഭാ ലൈബ്രറി നന്നായിട്ട് ഉപയോഗിക്കണം. അതായത് ഇപ്പോൾ ഒരു ഫിനാൻസ് ബില്ല് വന്നു. ഒരു ഫിനാൻസ് ബില്ലിൽ എങ്ങനെയാണ് സംസാരിക്കേണ്ടത് നമുക്കറിയില്ലല്ലോ. അപ്പം നേരത്തെ ഭയങ്കരമായ പാർലമെൻറ്റേറിയൻസ് ഉണ്ടായിരുന്നു ഈ നിയമസഭയിൽ. പ്രജാമണ്ഡലത്തിൽ, തിരുക്കൊച്ചി നിയമസഭയിൽ, നമ്മുടെ ആദ്യത്തെ 57 തൊട്ട് വന്നിരിക്കുന്ന നിയമസഭാംഗങ്ങൾ ഒരുപാട് ആളുകളുണ്ട്. അപ്പോൾ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ പോവും. എനിക്ക് തോന്നുന്നത് തിരുക്കൊച്ചി നിയമസഭയിലെയും നമ്മുടെ 57 മുതലുള്ള നിയമസഭാ പ്രസംഗങ്ങളിലെയും പ്രധാനപ്പെട്ട നിയമസഭാ സാമാജികന്മാരുടെ മുഴുവൻ പ്രസംഗവും ലൈബ്രറി പോയിരുന്നു വായിച്ചിട്ടുണ്ട്. ആദ്യത്തെ ഒരു 5-8 കൊല്ലം മുഴുവൻ പേരെ വായിച്ചിട്ടുണ്ട്. ഞാൻ ഭയങ്കര അഭിമാനത്തോടു കൂടിയാണ് പറയണത്. അത് പനമ്പള്ളി ഗോവിന്ദമേനോൻ്റെ, PS നടരാജപിള്ളയുടെ, EMSൻ്റെ, C അച്യുതമേനോൻ്റെ പ്രഗത്ഭരായ ആളുകളുണ്ടായിരുന്നു. പട്ടം താണുപിള്ളയുടെ, R ശങ്കറിൻ്റെ. R ശങ്കർ ആയിരുന്നു മുഖ്യമന്ത്രി, ധനകാര്യ വകുപ്പ് കൂടി കൈകാര്യം ചെയ്ത മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം ധനകാര്യ വകുപ്പ് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത്, എങ്ങനെയാണ്? KT ജോർജ് ധനകാര്യമന്ത്രി ആയിരുന്നയാൾ. അങ്ങനെ ഒരുപാട് ആളുകൾ പ്രഗത്ഭരായ, പിന്നീട് KM മാണിയെപ്പോലെ, TM ജേക്കബിനെ പോലുള്ള ഞങ്ങളുടെ കാലത്തു കൂടി വന്ന ഏറ്റവും സീനിയറായിട്ടുള്ള നിയമസഭാംഗങ്ങൾ. ഇപ്പോൾ TM ജേക്കബിൻ്റെ 25 വർഷം അദ്ദേഹം നിയമസഭ ഇത് പൂർത്തിയായപ്പോൾ അദ്ദേഹം നടത്തിയ പ്രസംഗങ്ങളുടെ 2 വോള്യം ഉണ്ട്. ആ 2 വോള്യം എൻ്റെ ലൈബ്രറിയിലുണ്ട്. അപ്പോൾ എപ്പോഴാണ് നമ്മൾ നോക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അദ്ദേഹം എങ്ങനെയാണ് ഒരു വിഷയം, നല്ല പാർലമെൻറ്റേറിയനായിരുന്നു, ഒരു വിഷയം എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തിരിക്കുന്നത്. നമ്മൾ അതുപോലെ അപ്രോച്ച് ചെയ്യണമെന്നല്ല, പക്ഷെ നമുക്കൊരു ഗൈഡ് ലൈനാണ്. ഇതിനു മുൻപുണ്ടായിരുന്ന പാർലമെൻറ്റേറിയന്മാർ ഓരോ വിഷയവും എങ്ങനെയാണ് അവർ അപ്രോച്ച് ചെയ്തിട്ടുള്ളത്, എങ്ങനെയാണ് മികച്ച പാർലമെൻറ്റേറിയന്മാർ ഒരു വിഷയത്തെ സമീപിച്ചിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകണമെങ്കിൽ ഇതിനു മുൻപുള്ള പാർലമെൻറ്റേറിയന്മാർ എങ്ങനെയാണ്, എത്ര രസകരമായ, പണ്ട് ഇംഗ്ലീഷിലാണ് പ്രസംഗിക്കുന്നത് നിയമസഭയിലേക്ക്. ആദ്യത്തെ നിയമസഭയിലെല്ലാം ചിലരുടെ പ്രസംഗം വലിയ പ്രഗത്ഭരായ അഭിഭാഷകരായിരുന്നു, വൊറേഷ്യസ് റീഡർമാരായിരുന്നു. പനമ്പള്ളി ഗോവിന്ദമേനോൻ എന്നൊക്കെ പറഞ്ഞാൽ ആകാശത്തിന് കീഴിലും ആകാശത്തിന് മീതെയുള്ള ഏത് വിഷയത്തെക്കുറിച്ചും അതോറിറ്റി ആയിരുന്നു, പരന്ന വായനക്കാരനായിരുന്നു. EMSനെ പോലുള്ള ആളുകൾ, അച്യുതമേനോനെ പോലുള്ള ആളുകൾ. അച്യുതമേനോൻ ധനകാര്യ മന്ത്രിയായിരുന്നു ആദ്യത്തെ മന്ത്രിസഭയിൽ. ധനകാര്യ വിഷയങ്ങളിൽ അദ്ദേഹത്തിൻ്റെ മറുപടി, ഞാനൊരിക്കൽ ഈ ഐസക് ധനകാര്യമന്ത്രിയായിരിക്കണപ്പോൾ ലീക്ക് ചെയ്തു ഒരു ഡോക്യുമെൻ്റ്, പ്രസ്സിൽ നിന്നാണ്. അപ്പോൾ ഞാൻ ഞാനാണെന്ന് അടിയന്തര പ്രമേയം അവതരിപ്പിച്ചത്. നോക്കിയപ്പോൾ ഈ അച്യുതമേനോൻ്റെ കാലത്ത് ഒരു ലീക്ക് ഉണ്ടായിട്ടുണ്ട്. ആ ലീക്ക് ഉണ്ടാക്കിയത് നമ്മുടെ K ബാലകൃഷ്ണൻ, പ്രശസ്തരായ പത്രപ്രവർത്തകൻ K ബാലകൃഷ്ണൻ ചോർത്തിയതാണ് ബജറ്റ് പ്രസംഗം. ഒരു മാധ്യമപ്രവർത്തകൻ, വലിയ വിവാദമായിരുന്നു. അപ്പോൾ അത് വന്നപ്പോൾ അച്യുതമേനോൻ്റെ റിപ്ലൈ എന്തായിരുന്നു, അപ്പോൾ അത് കോട്ട് ചെയ്തൊക്കെ നമ്മൾ അത് സംസാരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ആത്മവിശ്വാസത്തോടെ നമ്മൾ നന്നായി പഠിച്ച് നമ്മളൊരു വിഷയം നിയമസഭയിൽ അവതരിപ്പിക്കും. നമ്മളൊക്കെ നല്ല പ്രാസംഗികർ, എല്ലാവരും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരും നന്നായി പ്രസംഗിക്കുന്നവർ. ഏത് വിഷയത്തെപ്പറ്റി നമ്മൾ 1 മണിക്കൂർ സംസാരിക്കാൻ കപ്പാസിറ്റി ഉള്ളവരാണ്. പക്ഷെ എനിക്ക് നിങ്ങളോടുള്ള അഭ്യർത്ഥന, നിയമസഭയിൽ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗമല്ല വേണ്ടത്. നിങ്ങളൊരു വിഷയത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഞങ്ങളൊക്കെ ആദ്യം 10 മിനിറ്റ് പ്രസംഗത്തിന് വേണ്ടി 2-3 മണിക്കൂർ തയ്യാറെടുക്കുകയായിരുന്നു. ആ 3 മണിക്കൂർ തയ്യാറെടുക്കുന്നത് മുഴുവൻ പറയാനല്ല. 3 മണിക്കൂർ ആ വിഷയത്തിൽ തയ്യാറെടുത്താൽ ആ വിഷയം നമ്മൾ അപ്ഡേറ്റ് ചെയ്യുകയാണ്. അതുവരെയുള്ള മുഴുവൻ കാര്യം, അതിലെ ഏറ്റവും കീ ആയിട്ടുള്ള ടു ദ പോയിൻ്റ് പറഞ്ഞാൽ മതി. ടു ദ പോയിൻ്റ് അത് നമ്മൾ പറഞ്ഞാൽ മതി. അല്ല ആധികാരികം, ഇത്രയും പഠിച്ചാൽ നമുക്ക് ആധികാരികമായി പറയാൻ പറ്റും. നമ്മളിങ്ങനെ സാധാരണ നമുക്ക് എന്തും പറയാമല്ലോ, അത് പറയണമല്ലോ, നമുക്ക് ആത്മവിശ്വാസം കൂടും നന്നായി പഠിച്ചാൽ. ഇപ്പം ഞാനൊരു പ്രാക്ടീസ് ചെയ്തിരുന്ന ലോയറായിരുന്നു. പക്ഷെ ഒരു നിയമപ്രശ്നം വന്നാൽ ഞാൻ ഹൈക്കോടതിയിലെ ആ പർട്ടിക്കുലർ സബ്ജക്റ്റിലെ ഒരു സീനിയർ ലോയറെ വിളിച്ച് അദ്ദേഹത്തോട് ചർച്ച ചെയ്യും. ഞാനൊരു വഴി പറഞ്ഞാൽ, അപ്പോൾ ചിലപ്പോൾ അദ്ദേഹം പറയും സതീശൻ എടുത്തിരിക്കുന്ന ലീഗൽ പൊസിഷൻ കറക്റ്റാണ്,
അപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആയി. ചിലപ്പോൾ അദ്ദേഹം ഒന്ന് കറക്റ്റ് ചെയ്യും, ചിലപ്പോൾ അദ്ദേഹം 2 പോയിൻ്റ് ആഡ് ചെയ്യും. അപ്പോൾ എപ്പോഴും ഒരു സബ്ജക്റ്റ് സംസാരിക്കുമ്പോൾ ഒരു സബ്ജക്റ്റ് എക്സ്പേർട്ടായിട്ട് പ്രസംഗത്തിന് മുമ്പ് ഒരു ആശയവിനിമയം നടത്തിയാൽ നമുക്ക് കൂടുതൽ കോൺഫിഡൻസോടുകൂടി സംസാരിക്കാൻ പറ്റും. നന്നായി പഠിച്ച് നല്ല ആധികാരികമായി സംസാരിക്കുമ്പോൾ നമ്മുടെ കോൺഫിഡൻസ് ലെവൽ കൂടുമ്പോൾ നമ്മൾ പറയുന്ന വാക്കുകൾക്ക് ശക്തി കൂടും. അത് അടിവരയിട്ടിട്ടാണ് നമ്മൾ പറയണത്, മാറ്റേണ്ടി വരില്ല. പിന്നീട് സംശയത്തിലാണ് പറയണമെങ്കിൽ ആ പറച്ചിൽ തന്നെ കേൾക്കുന്ന ആൾക്ക് അറിയാൻ പറ്റും. അപ്പോൾ പഠിച്ചിട്ട് പോയി പറഞ്ഞാൽ അങ്ങനെ ഓരോ സബ്ജക്റ്റും നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഉള്ളത് ഞാൻ ദീർഘിപ്പിക്കുന്നില്ല, എനിക്ക് ഇഷ്ടപ്പെട്ട വിഷയമായതുകൊണ്ട് എൻ്റെ കൺട്രോൾ പോകും. അതുകൊണ്ട് പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുള്ള ആളുകൾ സംസാരിക്കാൻ വേണ്ടി നിൽക്കുക. കാരണം ഞാൻ നിങ്ങളോട് പറയാം, ഞാനിത് പാഷനേറ്റായിട്ട് ആണ് നിയമസഭാ പ്രവർത്തനം നടത്തിയിരുന്ന ഒരാളാണ്. കാരണം ഇതിൻ്റെ മുമ്പിൽ കൂടി നടന്നിട്ടുണ്ടേ. ഏത് നിയമസഭയുടെ മുമ്പിൽ കൂടി വെറുതെ പണ്ട് നടന്നിട്ടുണ്ട്, പഠിക്കുമ്പോഴും അല്ലാത്തപ്പോഴൊക്കെ. അപ്പോഴേ നോട്ടോട്ട് നടക്കുമായിരുന്നു ഇങ്ങോട്ട് വരണമെന്ന്. അപ്പോൾ ഇവിടെ വരാൻ കിട്ടിയ അവസരം നന്നായി ഉപയോഗിക്കാൻ ശ്രമിച്ച ഒരാളെന്ന നിലയിലാണ്, പാഷനേറ്റായിട്ട് നിയമസഭാ സാമാജികൻ എന്ന നിലയിൽ വർക്ക് നമുക്ക് ശ്രദ്ധേയം. ഇപ്പോൾ ലെജിസ്ലേഷൻ, നിയമനിർമ്മാണം എന്ന് പറയുന്നത് അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ചെയ്യുന്നത്. നമ്മളതിൽ പങ്കാളിയാവുകയാണ്. നാടിനെ മുഴുവൻ ബാധിക്കുന്ന, നാടിലെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയമാണ് ഇവിടെ നിയമനിർമ്മാണത്തിലൂടെ നമ്മൾ പോകുന്നത്. നമ്മൾ ആലോചിക്കേണ്ടത്, ഞാൻ ആലോചിച്ചിരുന്നത് നിയമസഭാ സാമാജികൻ എന്നല്ല, ഇവിടെ പാസ്സാക്കിയൊരു നിയമം പിന്നെ ഒരു ആക്റ്റായി, ബില്ല് പാസ്സായി ആക്റ്റായി ഒരു ജഡ്ജിൻ്റെ കയ്യിലെത്തുകയാണ്, ഹൈക്കോടതി ജഡ്ജി കയ്യിലെത്തുകയാണ്. അത് മോശമാണെങ്കിൽ ചിലപ്പോൾ ഹൈക്കോടതി ജഡ്ജി കമൻ്റൊന്നും പറയില്ല, മനസ്സിൽ വിചാരിക്കും ഇതാരാണിത് പാസ്സാക്കിയത്, ആരൊക്കെ കൂടിയാണ് പാസ്സാക്കിയത്, നിയമസഭയുടെ അന്തസ്സ് പോകും. അപ്പം നമ്മൾ ഓരോ പ്രൊവിഷൻസും നമ്മൾ നോക്കി. എന്നെ ആദ്യം കളിയാക്കുകയായിരുന്നു, ഞങ്ങളൊക്കെ 10-300 അമെൻമെൻറ്റ് കൊടുക്കും ലെജിസ്ലേഷനിൽ, കോമയൊക്കെ കൊടുക്കും. കോമയ്ക്ക് അമെൻമെൻറ്റ് കൊടുക്കാമെന്ന് ചോദിക്കും. കോമ നിയമത്തിൽ പ്രധാനപ്പെട്ട ഒന്നാണ്. ഒരു കോമ മാറിപ്പോയാൽ വേറെ തരത്തിൽ അവിടെ ഒരു മികച്ച അഭിഭാഷകൻ അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യും. അതിനെ പർപ്പസിനെ ഡിഫീറ്റ് ചെയ്യാൻ പറ്റും ഒരു മികച്ച അഭിഭാഷകന്. കോമ വളരെ ഇമ്പോർട്ടൻ്റാണ്. സൂക്ഷ്മതയോടുകൂടി നിയമനിർമ്മാണം നടത്തി ആ നിയമനിർമ്മാണത്തിൽ നമ്മൾ പങ്കാളികളാകണം. നമ്മൾ ഇരുന്ന് പഠിച്ച് അമെൻമെൻറ്റ് കൊടുക്കണം. ഇപ്പോൾ ഒരു ചുവട്ട് തൊഴിലാളിയെ സംബന്ധിച്ചൊരു നിയമം വന്നാൽ നമ്മൾ ആ ടാർഗറ്റ് ഗ്രൂപ്പ്, ഏത് ടാർഗറ്റ് ഗ്രൂപ്പിന് വേണ്ടിയിട്ടാണ് നിയമം ഉണ്ടാക്കുന്നത്, ആ ടാർഗറ്റ് ഗ്രൂപ്പിലെ ഒരാളായി നമ്മൾ മാറണം. നമ്മൾ മാറി ഈ നിയമം നടപ്പാക്കിയാൽ ആ ചുവട്ട് തൊഴിലാളിക്ക് വേറെ വല്ല ദോഷം വരുമോ, അയാളുടെ വരുമാനം കുറയുമോ, അയാളുടെ ജീവിത സാഹചര്യങ്ങൾ പിന്നോട്ട് പോവുമോ, നമ്മൾ ആലോചിക്കണം. അത് കശുവണ്ടി തൊഴിലാളിയാണെങ്കിലും ചുവട്ട് തൊഴിലാളിയാണെങ്കിലും ഒരു കർഷകനാണെങ്കിലും കർഷക തൊഴിലാളിയാണെങ്കിലും നിയമമുണ്ടാക്കുന്നത് ആർക്കു വേണ്ടിയാണ് എന്ന് പറഞ്ഞാൽ ആ ടാർഗറ്റ് ആരെയാണ് ഉദ്ദേശിച്ചത് വെച്ചാൽ അവിടെ നിന്നുകൊണ്ട് നമ്മൾ ചിന്തിക്കണം. അപ്പം ചിലപ്പോൾ ഉദ്യോഗസ്ഥന്മാരുണ്ടാക്കിയിരിക്കുന്നതായിരിക്കാം, ചിലപ്പോൾ ലീഗൽ ഫ്രെയിമിൽ ഉണ്ടാക്കിയിരിക്കുന്നതായിരിക്കാം, അവർ ചിലപ്പോൾ മൈൻഡ് അപ്ലൈ ചെയ്ത് കാണത്തില്ല. പലതരത്തിൽ നമ്മൾ 2 രീതിയിൽ, ഒന്ന് ലീഗലായിട്ടുള്ള മൈൻഡ് അപ്ലൈ ചെയ്യണം, 2 നമ്മൾ ജനപ്രതിനിധികളാണ്, ജനങ്ങളെ പ്രതിനിധാനം ചെയ്ത് വന്നിരിക്കുന്നവരാണ്, അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ ഇരിക്കുന്നത്. അവരെ ദോഷകരമായി ബാധിക്കുന്ന എന്തെങ്കിലും അതിലുണ്ടെങ്കിൽ നമ്മളാണത് ചൂണ്ടിക്കാട്ടി, നമ്മളാണ് അതിൻ്റെ അകത്ത് അമെൻമെൻറ്റ് കൊണ്ടുവന്ന്, നമ്മളാണ് ആ നിയമത്തെ ഏറ്റവും കരുത്തുറ്റ ഒരു നിയമമാക്കി മാറ്റുന്നത്. നന്നായി നടക്കുന്ന 1ാം വായനയിലും 2ാം വായനയിലും അമെൻമെൻറ്റ്സിലും 3ാം വായനയിലും ഒക്കെ ഒരു നിയമത്തെ ഏറ്റവും മികച്ച ഒരു നിയമമാക്കി മാറ്റാൻ നല്ല ടീം ഓഫ് പാർലമെൻറ്റേറിയൻസ് ഉണ്ടെങ്കിൽ പറ്റും. ഇവിടെ ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്യാം. ഞാൻ അവസാനിപ്പിക്കുക. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പ്രതിപക്ഷത്തിരിക്കുമ്പോൾ 195 രാജ്യങ്ങൾ കൂടി തയ്യാറാക്കിയ ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ റിപ്പോർട്ട്, IPCC റിപ്പോർട്ട് ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, ഇൻ്റർ ഗവൺമെൻറ് പാനൽ ഓൺ ക്ലൈമറ്റ് ചേഞ്ച്, അതും അമേരിക്കൻ ബഹിരാകാശ ഏജൻസിയായ നാസ നടത്തിയ അനാലിസിസ് നിയമസഭയിൽ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. ഇല്ലേ, വിഷ്ണു അല്ലേ? നമ്മൾ ചർച്ചയ്ക്ക് കൊണ്ടുവന്നു. ഞങ്ങളെ പലരും കളിയാക്കി. പിന്നെ IPCC റിപ്പോർട്ട് നാസയാണ് നിയമസഭയെ കൊണ്ടുവന്ന്. ഞങ്ങളെന്താ അത് കൊണ്ടുവരാൻ കാര്യം? ആ റിപ്പോർട്ടിൽ ക്ലൈമറ്റ് ചേഞ്ച് വരുമ്പോൾ കേരളത്തെ ബാധിക്കുന്ന ഗൗരവതരമായ, ഈ അറേബ്യൻ ഇതിനെ ബാധിക്കുന്ന ഗൗരവതരമായ വിഷയങ്ങൾ അതിനകത്തുണ്ടായിരുന്നു. ഗവൺമെൻറ് അതിന് മറുപടി പറഞ്ഞു, ഗംഭീരമായി ചർച്ച ചെയ്തു. പിന്നീട് ഞാൻ അറിഞ്ഞത് ആ IPCC റിപ്പോർട്ട് ലോകത്തിലെ ഒരു ലെജിസ്ലേച്ചറും ചർച്ച ചെയ്തിട്ടില്ലെന്നാ. അത് ചർച്ച ചെയ്ത ഏക ലെജിസ്ലേച്ചർ നമ്മുടെ നിയമസഭയാണ്. നമുക്ക് അഭിമാനത്തോടു കൂടി പറയാം.
അങ്ങനെയുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഗ്ലോബലായിട്ടുള്ള വിഷയങ്ങൾ, പുതിയ സബ്ജക്ട്സ്, പുതിയ കാര്യങ്ങൾ, വിജ്ഞാന വിസ്ഫോടനം നടക്കുന്നൊരു കാലമാണ്. നോളജ് എക്സ്പ്ലോഷൻ. ലോകം മുഴുവൻ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റി പുതിയ കാര്യങ്ങൾ ലോകത്തുണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ആ പുതിയ കാര്യങ്ങൾ ലോകത്ത് പുതിയ അറിവുകൾ ഉണ്ടാകുമ്പോൾ അതിൻ്റെ പ്രതിഫലനം നമ്മുടെ നിയമസഭയിലെ ചർച്ചകൾക്കുണ്ടാകണം. ഇത് ഡെമോക്രസിയാണ്. ഡെമോക്രസി ഈസ് എ ഡിസ്കോഴ്സ്, അല്ലേ? അതൊരു ഡിബേറ്റാണ്. നമ്മൾ എപ്പോഴും ആലോചിക്കണം. നമ്മൾ നടത്താറുണ്ട് നല്ല ഡിബേറ്റും ഡിസ്കോഴ്സും ഒക്കെ നടത്താറുണ്ട്. പക്ഷേ നമ്മൾ നടത്തുന്ന എല്ലാ ഡിസ്കോഴ്സിനും എല്ലാ ഡിബേറ്റിനും ഒരു ഔട്ട്കം ഉണ്ടാവണം. ഔട്ട്കം, ഒരു പരിണതഫലം ഉണ്ടാവണം, റിസൾട്ട് ഉണ്ടാകണം. നമ്മൾ തമ്മിൽ വാശിയോടെ ചർച്ച ചെയ്ത് അവസാനം ഒരു റിസൾട്ട് ഉണ്ടാകണം. ആ ഔട്ട്കം എന്ന് പറയുന്നത് സാധാരണക്കാരന് ആയിരിക്കണം അതിൻ്റെ ബെനഫിഷ്യറി. അവൻ്റെ ജീവിതത്തിൽ മാറ്റങ്ങൾ ഉണ്ടാകാൻ വേണ്ടിയിട്ടായിരിക്കണം നമ്മൾ ആവേശത്തോടെ പോരാടുന്നത്. ആർക്കും പ്രയോജനമില്ലാത്ത ഡിബേറ്റുകളും ഡിസ്കോഴ്സുകളും അല്ല, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഉണ്ടാകണം. ആ ചർച്ചകളാണ് വ്യത്യസ്തമായ ഭാഗങ്ങളിൽ നിന്നുകൊണ്ട് വ്യത്യസ്തമായ രാഷ്ട്രീയ വീക്ഷണങ്ങളുള്ള, വ്യത്യസ്തമായ പ്രത്യയശാസ്ത്രങ്ങളിൽ വിശ്വസിക്കുന്ന, വ്യത്യസ്തമായ മതവിശ്വാസങ്ങളുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ. ഒരുപാട് ആളുകളെ, കേരളത്തിലെ ഈ 3.5 കോടിയോളം വരുന്ന ജനങ്ങളെ മുഴുവൻ പ്രതിനിധാനം ചെയ്ത് അവരുടെ ഒരു ക്രോസ് സെക്ഷനായി, അവരുടെ ഒരു പരിച്ഛേദമായി അവർ തിരഞ്ഞെടുത്ത് അയച്ചിരിക്കുന്ന 140 പേരാണ് നമ്മളെന്നുള്ള അഭിമാനബോധത്തോടും ഉത്തരവാദിത്വത്തോടും കൂടി മികച്ച പാർലമെൻറ്റേറിയൻസായി മാറാൻ നിങ്ങൾക്ക് എല്ലാവർക്കും കഴിയട്ടെ. ഇവിടെയുള്ള ക്ലാസ്സുകളെല്ലാം നിങ്ങളെ ആ വഴിക്ക് നയിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഞാൻ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നന്ദി. മുഖ്യപ്രഭാഷണത്തിനായി ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രീ പിണറായി വിജയനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനപ്പെട്ട സ്പീക്കറും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും കാര്യങ്ങൾ കൃത്യമായി അവതരിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ട്. സാധാരണ നേരത്തെയുള്ള പരിശീലന പരിപാടികളിലൊക്കെ വിശദമായി ക്ലാസ് എടുക്കുന്ന അധ്യാപകരുടെ പട്ടികയിൽ കൂടി പെടുന്നയാളാണ് നമ്മുടെ മുഖ്യമന്ത്രി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഒരു പുതിയ ആൾ, ഒരു പുതുമുഖം ബഹുമാനായ അംഗം ചോദിച്ചു, പുതിയ ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോയെന്ന്. ഞാൻ പറഞ്ഞു അതാണല്ലോ ഇനി പറയാൻ പോകുന്നത്, അപ്പോൾ ഇപ്പോൾ പറയണ്ടല്ലോ എന്ന് പറഞ്ഞു. അത് മുഴുവനാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞത്. ധാരാളം കാര്യങ്ങൾ നമ്മുടെ സഭാപ്രവർത്തനത്തിന് വലിയ തോതിൽ മുതൽക്കൂട്ടാകുമാറുള്ള കാര്യങ്ങളാണിവിടെ വന്നു കഴിഞ്ഞിട്ടുള്ളത്. അതിൽ ഏറ്റവും പ്രധാനം എപ്പോഴും സഭയിലെ ചർച്ച വിഷയാധിഷ്ഠിതമാണ്. അപ്പം അതുമായി ബന്ധപ്പെട്ട് വിശദമായി കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാനം. ആവശ്യമായത്ര ഗൃഹപാഠം നല്ല നിലക്ക് നടത്താൻ കഴിയണം. ഇവിടെ ചില പ്രധാനപ്പെട്ട പാർലമെൻറ്റേറിയന്മാരുടെ പേരുകൾ നേരത്തെ പറയുകയുണ്ടായി. അവരിൽ ചിലർ വളരെ വിശദമായി കാര്യങ്ങൾ പഠിക്കുന്നവരായിരുന്നു. ബഹുമാനായ കെ.എം. മാണി ഒരവസരത്തിൽ പറഞ്ഞത് ദീർഘകാലത്തെ നിയമസഭാ പ്രവർത്തനത്തിന് ശേഷം പറഞ്ഞ കാര്യമാണ്. എപ്പോഴും നിയമസഭയിൽ ഒരു വിദ്യാർത്ഥിയുടെ മനസ്സോടുകൂടിയാണ് ഇരിക്കുന്നത് എന്നാണ്. അപ്പോൾ പഠിക്കാനുള്ള ത്വര സ്ഥിരമായി ഉണ്ടാവുക എന്നത് പ്രധാനമാണ്. നിയമസഭ ഒരു സംശയവുമില്ല ഒരു ജനാധിപത്യ വേദിയാണ്. സ്വാഭാവികമായും ഇത്തരം വേദികളിൽ രാഷ്ട്രീയം
വിശദമായി തന്നെ ചർച്ച ചെയ്യപ്പെടും. അപ്പോൾ വിഷയങ്ങളെ രാഷ്ട്രീയമായി കാണാനും ആ രീതിയിൽ അവതരിപ്പിക്കാനും നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. നടപടിക്രമങ്ങളെക്കുറിച്ച് കൃത്യമായി ഇവിടെ പറയുകയുണ്ടായി. ആ നടപടിക്രമങ്ങൾ ഹൃദിസ്ഥമാക്കുക എന്നത് വളരെ പ്രധാനമാണ്. ആവശ്യമായ രേഖകളെല്ലാം എല്ലാവരുടെയും കയ്യിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അത് കൃത്യമായി വായിക്കുകയും മനസ്സിലാക്കുകയും നല്ല രീതിയിൽ സഭയിൽ പ്രയോഗിക്കുകയും ചെയ്യുക, അത് പ്രധാനമാണ്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സഭയിലുള്ള സാന്നിധ്യമാണ്. എപ്പോഴും സഭക്കകത്ത് ഉണ്ടാവുക എന്നതിന് പ്രാമുഖ്യം കൊടുക്കണം. പ്രമുഖരായ പല പാർലമെൻറ്റേറിയന്മാരും വളരെ കൂടുതൽ സമയം സഭയിൽ ചെലവഴിക്കാറുണ്ട്. ആ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. നിയമനിർമ്മാണത്തിൻ്റെ കാര്യം ഇവിടെ സൂചിപ്പിക്കുകയുണ്ടായി. എപ്പോഴും സർക്കാർ അവതരിപ്പിക്കുന്ന ബില്ലുകൾ അതിനൊരു സ്വാഭാവികമായ ബ്യൂറോക്രാറ്റിക് സ്വഭാവമുണ്ടാവും. അപ്പം അതിനെ ജനസൗഹൃദമാക്കാൻ സഭാംഗങ്ങളാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്. എപ്പോഴും സഭാംഗങ്ങൾ ആ കാര്യത്തിൽ ജാഗരൂകരായിരിക്കണം. ബില്ലുകളിൽ ജനവിരുദ്ധ ഭാഗങ്ങളുണ്ടാകാം. അത് കൃത്യമായി ചൂണ്ടിക്കാട്ടാനും തിരുത്തിക്കാനും കഴിയണം. അത് നമ്മുടെ ഒരു വലിയ ഉത്തരവാദിത്വമായി കാണുന്ന നില സ്വീകരിക്കേണ്ടതാണ്. ഇവിടെ ഇന്നത്തെ കാലത്ത് ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ വരുന്നൊരു പ്രശ്നം, സ്വാഭാവികമായി വാർത്താ പ്രാധാന്യം കിട്ടാൻ എല്ലാവരും ശ്രമിച്ചു എന്ന് വരും. പക്ഷേ വാർത്താ പ്രാധാന്യത്തിനു വേണ്ടി സഭയുടെ അന്തസ്സിന് കോട്ടം വരുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാൻ എപ്പോഴും ജാഗ്രത പാലിക്കാൻ നമുക്ക് കഴിയേണ്ടതായിട്ടുണ്ട്. സഭയുടെ അന്തസ്സ് സംരക്ഷിക്കപ്പെടുക എന്നത് ഏറ്റവും പ്രധാനമാണ്. സഭയിൽ നടക്കുന്ന ചർച്ചയുടെ ഉന്നത നിലവാരം ഈ അന്തസ്സ് ഉയർത്തുകയാണ് ചെയ്യുക. ഇവിടെ പരിശീലന പരിപാടിയിൽ നിയമസഭാ നടപടികളെ സംബന്ധിച്ചുള്ള കാര്യങ്ങൾ മാത്രമല്ല, സർക്കാരിൻ്റെ വിവിധ പ്രവർത്തനങ്ങൾ, ജുഡീഷ്യറിയുമായുള്ള ബന്ധം, ഭരണഘടനാ വ്യവസ്ഥകൾ, ഭരണക്രമത്തിൽ വിവിധ അധികാരസ്ഥാനങ്ങളുടെ പങ്ക്, അങ്ങനെ വിപുലമായ കാര്യങ്ങൾ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നാം കാണേണ്ടത്, സാമാജികരായിരിക്കുന്നവർ ആ സ്ഥാനം ഒഴിഞ്ഞാലും ഒരു പൗരൻ എന്ന നിലയിൽ അറിഞ്ഞിരിക്കേണ്ട ഒട്ടേറെ കാര്യങ്ങൾ, അത്തരം സാമൂഹ്യ വിഷയങ്ങൾ, അവ കൂടി ചർച്ച ചെയ്യപ്പെടുന്നൊരു വേദിയായി സ്വാഭാവികമായും ഇത് മാറും. ഇവിടെ നിയമസഭാ നടപടികളെ നിയന്ത്രിക്കുന്നത് കേവലം സഭാചട്ടങ്ങൾ മാത്രമല്ല. നേരത്തെ മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഭരണഘടനയാണ് എല്ലാറ്റിനും മേലെയുള്ളത്. അപ്പോൾ ഭരണഘടനാ വ്യവസ്ഥകൾ വളരെ പ്രധാനമാണ്. അതേപോലെ തന്നെ കീഴ്വഴക്കങ്ങൾ,
ചെയറിൽ നിന്നുള്ള നിർദ്ദേശങ്ങൾ, മുൻ അധ്യക്ഷന്മാരുടെ റൂളിങ്ങുകൾ, അംഗങ്ങൾക്കായുള്ള പെരുമാറ്റച്ചട്ടങ്ങൾ, ഇവയെല്ലാം നമ്മുടെ നിയമസഭാ നടപടികളുടെ നിയന്ത്രണത്തിന് ബാധകമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലാകെ നല്ല അറിവ് സമ്പാദിക്കാനുള്ള ശ്രമം നാം നടത്തേണ്ടതാണ്. അത് ഓരോരുത്തരും അവരവരെന്ന നിലക്ക് തന്നെ ശ്രമിച്ച് നേടേണ്ട കാര്യമാണ്. ഇത്തരമൊരു പരിശീലന പരിപാടി എല്ലാം കൊണ്ടും നല്ല കാര്യമാണ്. നമ്മുടെ പുതിയ അംഗങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും എങ്ങനെ കാര്യങ്ങൾ നിർവഹിക്കണമെന്നതിനെക്കുറിച്ച് ധാരണയുണ്ടാക്കാനും ഉപകരിക്കുന്ന ഒന്നാണ്. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാ അംഗങ്ങളുടെയും സാന്നിധ്യം സഭയിലുണ്ടാവുക എന്നതിന് നല്ല മുൻതൂക്കം കൊടുക്കണം. അതേപോലെ തന്നെ നല്ലതുപോലെ ഗൃഹപാഠം നടത്തൽ നേരത്തെ പറഞ്ഞു, അതും വളരെ പ്രധാനമാണ് എന്ന് കാണണം. ഇവിടെ MLA-മാർക്ക് മാത്രം ബാധകമായിട്ടൊരു കാര്യമല്ല ഇത്, നമ്മുടെ മന്ത്രിമാർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ്. നല്ലതുപോലെ ഗൃഹപാഠം നടത്തിക്കൊണ്ട് മറുപടി പറയുക എന്നത് ഏറ്റവും പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ചോദ്യോത്തരവേളയിൽ സജീവമായി ജനങ്ങൾ ശ്രദ്ധിക്കുന്നൊരു ഭാഗമുണ്ട്. അതിൽ ഉപചോദ്യങ്ങൾ നാടിൻ്റെ താല്പര്യത്തിനനുസരിച്ച് ചോദിക്കുന്നതിനും പ്രശ്നങ്ങൾക്ക് പരിഹാരം തേടുന്നതിന് ഉപകരിക്കുന്ന മട്ടിൽ ഉന്നയിക്കാൻ നമുക്ക് സാധിക്കണം. അപ്പോൾ ചോദ്യങ്ങൾ നേരത്തെ മനസ്സിലാക്കാൻ നമുക്ക് കഴിയുന്നുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള ഉപചോദ്യങ്ങൾ തയ്യാറാക്കുക, ചെയറിൽ നിന്ന് അവസരം കിട്ടിയെങ്കിൽ ചോദിക്കാൻ കഴിയുന്ന നിലയിലേക്ക് ഒരുങ്ങിയിരിക്കുക എന്നത് ഏറ്റവും പ്രധാനമാണ്. അതേപോലെ തന്നെ നമുക്ക് സബ്ജക്റ്റ് കമ്മിറ്റികളുണ്ട്. അത്തരം യോഗങ്ങളിൽ കൃത്യമായി പങ്കെടുക്കുക എന്നത് പ്രധാനമാണ്. അതോടൊപ്പം തന്നെ നല്ല രീതിയിൽ കാര്യങ്ങൾ പഠിച്ച് അവതരിപ്പിക്കാൻ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇവിടെ MLA-മാർ സഭയിലുണ്ടാവുക എന്ന് പറയുമ്പോൾ അത് മന്ത്രിമാർക്കും ബാധകമായിട്ടുള്ള കാര്യമാണ് എന്നത് ഓരോ മന്ത്രിയും കരുതേണ്ടതായിട്ടുണ്ട്. ചില പ്രയാസങ്ങൾ സ്വാഭാവികമായി വന്നു ചേരാം. പക്ഷേ കഴിയാവുന്നത്ര സഭാ നടപടികളിൽ ഉണ്ടാവുക എന്ന നിർബന്ധം ഓരോ മന്ത്രിയും വെച്ച് പുലർത്തേണ്ടതായിട്ടുണ്ട്. സ്വന്തം ഉത്തരവാദിത്തങ്ങൾ മറ്റേതെങ്കിലും മന്ത്രിയെ ഏൽപ്പിച്ച് തൽക്കാലം പുറത്തു പോകുന്ന അവസ്ഥ, അത് ചില അപൂർവ സന്ദർഭങ്ങളിൽ വേണ്ടതായിട്ട് വരും. പക്ഷേ അതൊരു സ്ഥിരം സ്വഭാവമാക്കാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ വളരെ ഒഴിച്ചുകൂടാത്ത അവസരങ്ങളിൽ മാത്രമേ സഭാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ മറ്റ് യോഗങ്ങൾ വിളിച്ചു ചേർക്കാൻ പാടുള്ളൂ. ഒരു ഘട്ടത്തിലും പാടില്ല എന്നല്ല പറയുന്നത്, ചില യോഗങ്ങൾ വേണ്ടി വരും. പക്ഷേ അത് സഭാ സമ്മേളനം നടക്കുമ്പോൾ കഴിയാവുന്നത്ര ഒഴിവാക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. സഭയിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങളിൽ അപ്പോൾ തന്നെ കൃത്യമായി വിശദീകരണം നൽകാൻ മന്ത്രിമാർ ശ്രദ്ധിക്കേണ്ടതുമാണ്. ഇത്തരം കാര്യങ്ങൾ നമ്മുടെ സഭയുടെ അന്തസ്സിനെയാണ് ഉയർത്തുക. നമുക്ക് ഓരോരുത്തർക്കും അതിൽ പങ്കുവഹിക്കാനുണ്ട്. നമ്മൾ ഓരോരുത്തരും അതിനുള്ള സംഭാവന കൃത്യമായി നൽകുന്നവരായി മാറണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് മറ്റു കൂടുതൽ കാര്യങ്ങളിലേക്ക് കടക്കാതെ
അവസാനിപ്പിക്കുന്നു. ആശംസാ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട വ്യവസായ വിവര സാങ്കേതിക വിദ്യാ വകുപ്പ് മന്ത്രി ശ്രീ പി കെ കുഞ്ഞാലിക്കുട്ടിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ബഹുമാനായ അധ്യക്ഷൻ, സ്പീക്കർ, ബഹുമാനായ മുഖ്യമന്ത്രി, ബഹുമാന്യരായ പ്രതിപക്ഷ നേതാവ്, ഡെപ്യൂട്ടി സ്പീക്കർ, അതുപോലെ മുൻ മന്ത്രി രാജൻ, ഷാജി സി ബേബി തുടങ്ങി ഇവിടെ സന്നിഹിതരായിട്ടുള്ള ഇന്നത്തെ ഉദ്ഘാടന സമ്മേളനത്തിൽ സംബന്ധിക്കുന്ന വിശിഷ്ട വ്യക്തികൾ, MLA മാർ, അതുപോലെ തന്നെ തുടർന്നുള്ള ക്ലാസ്സുകളിലൊക്കെ സംസാരിക്കാൻ വന്ന വിഷയം സംബന്ധിച്ച് വലിയ അവഗാഹമുള്ള ശ്രദ്ധേയരായ നേതാക്കൾ, കൂടുതൽ ഇനി ഈ സമ്മേളനത്തിൽ, ഉദ്ഘാടന സമ്മേളനത്തിൽ പറയേണ്ടത് ഇല്ല. അധ്യക്ഷ പ്രസംഗം വളരെ ചുരുങ്ങിയ നിലയിൽ ഇന്നത്തെ ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ആവശ്യം പറഞ്ഞു. സാധാരണ ഇത്തരം ക്ലാസ്സുകളിലൊക്കെ ക്ലാസ് എടുക്കുന്ന ആളായതുകൊണ്ട് ഉദ്ഘാടന പ്രസംഗം തന്നെ ഒരു ക്ലാസ്സായി. അതുപോലെ തന്നെ ബഹുമാന്യായ പ്രതിപക്ഷ നേതാവ് സഭയിൽ എപ്പോഴും ഉണ്ടാകണമെന്ന് പറഞ്ഞു. അദ്ദേഹത്തിന് മുഖ്യമന്ത്രി ആകുമ്പോഴോ പ്രതിപക്ഷ നേതാവുകളോ അതിന് കഴിയറില്ല. എന്നാലും പുതിയ ആളുകൾക്കത് കഴിയണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ, കാരണം പുതിയ ആളുകൾ എന്ന് പറയുന്ന ആ ഉത്സാഹമുള്ള സമയത്താണ് ഇതൊക്കെ പറ്റുള്ളൂ. കുറച്ച് കഴിഞ്ഞാൽ ഞങ്ങളെപ്പോലുള്ള ആളുകൾ ഇവിടെ ഇരിക്കാൻ പറഞ്ഞാൽ വല്ല ആണി ഓടേണ്ടി വരും, ഇരിക്കൂല, ഇരിക്കാൻ കഴിയില്ല, അത്രയധികം വിഷയങ്ങൾ കൈകാര്യം. പക്ഷേ ഇതിനൊക്കെ ഉത്സാഹമുള്ളൊരു സമയമുണ്ട്. തുടക്കത്തിൽ ഞാനൊക്കെ അസംബ്ലിയിൽ വന്ന സമയത്ത് പുറത്ത് റൂമെടുത്ത് പോയി പഠിക്കുമായിരുന്നു. പിന്നെ കുറച്ചാൽ കഴിയുമ്പോൾ നമുക്ക് തന്നെ ഒക്കെ ഹൃദയസ്ഥാവും, അതിൻ്റെ ആവശ്യം വരില്ല. തുടക്കത്തിൽ പറഞ്ഞ പോലെ ഇതൊക്കെ വളരെ പുതിയ മെമ്പർമാർക്കാണ്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ്സും അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്, യാതൊരു സംശയമില്ല. വിവരങ്ങളൊക്കെ വിരൽത്തുമ്പിൽ ഇപ്പം ഉണ്ടല്ലോ. പണ്ടത്തെ പോലെ തേടി പോകേണ്ട കാര്യങ്ങളൊന്നും ഇല്ല. വളരെ എളുപ്പമാണ്. ഇൻഫർമേഷൻ ലെവൽ എന്ന് പറഞ്ഞത് നേരത്തെ ഉണ്ടായിരുന്ന സാമാജികരെക്കാളൊക്കെ കൂടുതൽ ഇപ്പോൾ ഉള്ളവർക്ക് വളരെ വളരെ ഹൈ ആണ്, കൂടുതലുമാണ്. പക്ഷേ പുറത്ത് നല്ല പ്രാസംഗികരായിരിക്കും, അവരകത്ത് ചിലപ്പോൾ ശോഭിച്ചോളണമെന്നില്ല. പുറത്തുള്ള ആ സമയം ഇവിടെ ഒരുങ്ങി താങ്ങിയൊക്കെ വരുമ്പോഴത്തേനും ഇവിടെ സമയം തീരും. അപ്പോൾ അതുകൊണ്ട് നിയമസഭയിൽ, പാർലമെൻറ്റിൽ ഒക്കെ പ്രസംഗിക്കുന്നത് വേറൊരു കലയാണ്. നല്ല വിഷയശേഖരം ഉണ്ടാവും. അത് നിശ്ചിത സമയത്തിൻ്റെ ഉള്ളിൽ അവതരിപ്പിക്കാൻ കഴിയണം. അല്ലെങ്കിൽ അധ്യക്ഷൻ്റെ നിയന്ത്രണം വരുമ്പോൾ നമ്മൾ ഇറിറ്റേറ്റഡ് ആവും, പറയാനുള്ളതൊക്കെ പോകും, ദേഷ്യം പിടിക്കും. പിന്നെ പുറത്തേക്ക് വരുന്നത് നേരത്തെ പറഞ്ഞ അത്ര ഡീസൻ്റ് അല്ലാത്ത പിന്നെ പെരുമാറ്റവും പ്രയോഗമൊക്കെ ആവും. നിയന്ത്രണം വിട്ടു നമ്മളെ കണ്ടോളി നമുക്ക് തന്നെ പോകും. അങ്ങോട്ടൊന്നും പോവാതെ ഈ കല നന്നായി പഠിക്കാൻ തീർച്ചയായും ഇവിടെ ഈ ക്ലാസ്സുകൾ ഉപകരിക്കും. ഇരുന്ന് തന്നെ അനുഭവത്തിൽ തന്നെ മനസ്സിലാക്കണം. ഇവിടെ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവും ഒക്കെ പരാമർശിച്ച് ചില പേരുകൾ വളരെ പ്രസക്തമാണ്. TN ജേക്കബ്, നേരം വെളുക്കുന്നവരെ അസംബ്ലി, ഞാൻ പോകുമ്പോഴുണ്ട് വരുമ്പോഴും ഉണ്ട് ആ സീറ്റിൽ, പിറ്റേന്ന് രാവിലെയോടടുത്ത് വരുമ്പോഴും ഉണ്ട്. അത്ര ഇരിക്കാനുള്ള ക്ഷമ കാണിച്ചിരുന്ന ഒരാളാണ് മാണി സാർ. അങ്ങനെയൊക്കെയുള്ള അതുകൊണ്ട് മുമ്പുള്ള ആളുകളുടെ ചരിത്രം തന്നെ ഇവിടെ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു. അപ്പോൾ കുറച്ച് ഇരുന്ന് തന്നെ പഠിക്കുന്നത് തുടക്കക്കാർക്ക് നല്ലതാണ്. അനുഭവത്തിലൂടെ കിട്ടുന്ന ആ എക്സ്പീരിയൻസിലൂടെ കിട്ടുന്ന അത് കണ്ടറിഞ്ഞ് തന്നെ പഠിക്കുന്നത് വളരെ നന്നാവും. അതിനുള്ള ഒരു ഓറിയൻറ്റേഷൻ, അതിനുള്ള ഒരു ക്ലാസ്, ഒരു മുഖവുര ഇന്നിവിടെ കിട്ടും എന്നാണ് കരുതുന്നത്. എന്തായാലും നല്ല ഒരു പരിപാടിയിൽ മുഖ്യമന്ത്രി എപ്പോഴും അതിന് പറഞ്ഞതുപോലെ ഇന്നും ഒരു ക്ലാസ് എടുത്തു. ഈ നിലയിൽ ഈ ചർച്ച പ്രയോജനപ്പെടുത്താൻ കഴിയട്ടെ എന്ന ആശംസയോടെ നിർത്തുന്നു. ജയ്. ആശംസ പ്രസംഗത്തിനായി ബഹുമാനപ്പെട്ട MLA ശ്രീ K. രാജനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. നിയമസഭാ സാമാജികരുടെ 2 ദിവസത്തെ ക്യാമ്പിനുള്ള ഈ ഉദ്ഘാടന യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ നിയമസഭാ സ്പീക്കർ ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ, ബഹുമാനപ്പെട്ട വ്യവസായ വകുപ്പ് മന്ത്രി, ഏറ്റവും ബഹുമാന്യരായിട്ടുള്ള സഹപ്രവർത്തകരെ, നിയമസഭാ സാമാജികരെ, സുഹൃത്തുക്കളെ,
ഇനി ദീർഘമായിട്ടൊന്നും പറയാനില്ല. അടുത്ത 2 ക്ലാസ്സുകൾ ഉച്ചയ്ക്ക് മുമ്പ് തീരേണ്ടതുമാണ്. നിയമസഭാ സാമാജികർക്ക് വേണ്ടി എല്ലാ തവണയും നമ്മുടെ നിയമസഭകൾ ആരംഭിക്കുന്നതിന് മുമ്പ് വളരെ ഗൗരവമാർന്ന തരത്തിലുള്ള 2 ദിവസത്തെ ക്യാമ്പുകൾ നടത്തി പുതിയ സാമാജികരെ കൂടുതൽ ശക്തിയോടെ നിയമസഭാ പ്രവർത്തനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ചുമതല നമ്മൾ നിർവഹിക്കാറുണ്ട്. ഒരുപക്ഷെ ഇന്ത്യയുടെ തന്നെ നിയമസഭകളുടെ പൊതു കണക്കെടുത്ത് എപ്പോഴും പരിശോധിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ദിവസം നിയമസഭ ചേരുന്നത് കേരളത്തിൻ്റെ നിയമസഭയാണ് എന്ന് മാത്രമല്ല, ബില്ലുകൾ പഠിക്കാനും ബില്ലുകൾ അവതരിപ്പിക്കാനും വേണ്ടി മാത്രം നിയമസഭ ചേരുന്ന പാരമ്പര്യം കൂടി സർക്കാർ ബിസിനസ്സിനല്ലാതെ ബില്ലുകൾ പഠിക്കാനും പാസ്സാക്കാനും വേണ്ടി മാത്രം നിയമസഭ ചേരുന്ന പാരമ്പര്യമുള്ള നിയമസഭയാണ് കേരളത്തിലേത്. നേരത്തെ പറഞ്ഞതുപോലെ ഉദ്ഘാടന പ്രസംഗം ഏറ്റവും നല്ല ഒരു ക്ലാസ്സായി അവതരിപ്പിച്ചപ്പോൾ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നമ്മുടെ ചോദ്യോത്തരം മുതൽ സഭയുടെ നടപടിക്രമങ്ങളെക്കുറിച്ച് നമ്മളോട് സൂചിപ്പിച്ചു. ചോദ്യോത്തരമൊക്കെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ന് പാർലമെൻറ്റ് മുതൽ നിയമസഭ വരെയുള്ള ചരിത്രങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1957 തന്നെ ഇന്ത്യൻ പാർലമെൻറ്റിനകത്ത് അന്നത്തെ അംഗം ഫിറോസ് ഗാന്ധി ചോദിച്ച ഒരു ചോദ്യമാണ് ഒരുപക്ഷെ അന്നത്തെ ഗവൺമെൻറ്റിനെ തന്നെ കുഴക്കുന്ന വിധത്തിലുള്ള ഒരു സാമ്പത്തിക അഴിമതി ആരോപണത്തിന് വിധേയമായിട്ടുള്ളൊരു പ്രശ്നം ഉയർത്തിക്കൊണ്ടുവന്നതടക്കം ചോദ്യോത്തരത്തിന് തന്നെ നമുക്കിടയിൽ വല്ലാത്ത പ്രാധാന്യമുണ്ട് എന്നുള്ളത് കാണാനും തിരിച്ചറിയാനും നാം തയ്യാറാകേണ്ടതുണ്ട്. അടിയന്തര പ്രമേയങ്ങൾ നിയമസഭയുടെ ചരിത്രത്തിൽ തന്നെ വളരെ ശ്രദ്ധേയമായിട്ടുള്ള ചർച്ചകൾക്ക് വിധേയമായിട്ടുള്ള അനുഭവം. 1957 കേരളത്തിൻ്റെ നിയമസഭ ആരംഭിച്ചതിന് ശേഷം 48 അടിയന്തര പ്രമേയങ്ങൾ നാം സഭ നിർത്തിവെച്ച് ചർച്ചയ്ക്ക് സമയം കണ്ടു. അതിൽ 18 അടിയന്തര പ്രമേയങ്ങളും ചർച്ച ചെയ്തത് കഴിഞ്ഞ നിയമസഭയുടെ കാലത്താണ്. അതിലെല്ലാം പങ്കാളിയാകാൻ കഴിഞ്ഞിട്ടുള്ളവരാണ് കഴിഞ്ഞ നിയമസഭയിൽ അംഗങ്ങളായിട്ടുള്ള ആളുകൾ. നിയമനിർമ്മാണത്തിൻ്റെ ലോകചരിത്രം തന്നെ കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് സ്വന്തമാണ്. കുടിയിറക്ക നിരോധന നിയമവും വിദ്യാഭ്യാസ ബില്ലും മുതൽ ആരംഭിച്ച് കേരളത്തിൻ്റെ മാറി മാറി വന്ന നിയമസഭകൾ ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഭൂപരിഷ്കരണ നിയമം ഉൾപ്പെടെ ശ്രദ്ധേയമായിട്ടുള്ള നിരവധി നിയമനിർമ്മാണങ്ങളുടെ ചരിത്രം കേരളത്തിൻ്റെ നിയമസഭയ്ക്കുണ്ട്. ഭരണഘടനയുടെ അനുച്ഛേദം 200 പ്രകാരം ഗവർണർ ഇതിനെല്ലാം അധികാരം നൽകണം, അഥവാ ഗവർണർ ഒപ്പുവെക്കണം എന്നാണ് അതിൻ്റെ നടപടിക്രമം. എങ്കിലും കേരളത്തിൻ്റെ നിയമസഭ പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം ഗവർണർ ഒപ്പിടാതെ രാഷ്ട്രപതിക്കും അയക്കാതെ കേരളത്തിൻ്റെ നിയമസഭയ്ക്ക് തന്നെ പുനഃപരിശോധനയ്ക്ക് അയച്ചാൽ വീണ്ടും അതേ നിയമം ആ നിയമസഭ പാസ്സാക്കി ഗവർണർക്ക് തിരിച്ചു കൊടുത്താൽ പിന്നെ ചർച്ചയ്ക്ക് വഴിവെക്കാതെ ഒപ്പിടുകയല്ലാതെ മറ്റ് ഒരു വഴിയും ഗവർണറുടെ മുമ്പിൽ ഇല്ല എന്ന് വിശദീകരിക്കപ്പെടും പ്രകാരം ഭരണഘടനാ നിയമനിർമ്മാണ സഭയുടെ നിയമം നിർമ്മിക്കാനുള്ള അസാമാന്യമായിട്ടുള്ള അധികാരത്തെക്കുറിച്ച് സൂചിപ്പിച്ചിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ 1, 2, 3 വായനകൾ കേരളത്തിൻ്റെ നിയമസഭയ്ക്കകത്ത് നിർമ്മിക്കുന്നൊരു നിയമനിർമ്മാണത്തെ സ്ഫുടം ചെയ്തെടുക്കുന്ന വളരെ പ്രധാനപ്പെട്ട അനുഭവങ്ങളായി അത് മാറിയിട്ടുണ്ട്. ഒരു നിയമം നിർമ്മിക്കുമ്പോൾ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു വാക്ക് ഒന്ന് മാറ്റിയെടുക്കാൻ എത്രയോ ദിവസങ്ങളിൽ നിയമ വകുപ്പും ബന്ധപ്പെട്ട അഡ്മിനിസ്ട്രേറ്റീവ് ഡിപ്പാർട്ട്മെൻറ്റും മന്ത്രിമാരും ഒക്കെ ചേർന്ന് ദിവസങ്ങളോളം ഒരു വാക്കുമാറ്റി മറ്റൊരു വാക്കാക്കി മാറ്റാൻ നാം നടത്തിയ പരിശ്രമങ്ങളടക്കം നിയമനിർമ്മാണ സഭയുടെ 1, 2, 3 വായനകളൊക്കെ കേവലമാണ് എന്ന് തോന്നുന്നുവെങ്കിലും ആധികാരികമായി അതിലേർപ്പെടാൻ കഴിയുന്നവർക്ക് അതിലുണ്ടാകുന്ന പ്രത്യേകതകൾ വളരെ പ്രധാനമാണ്. ഞാൻ ദീർഘമായ ഒരു സംസാരത്തിലേക്ക് പോകുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ പരാമർശിക്കാതെ പോയ ഒരു വിഷയം കൂടി പുതിയ അംഗങ്ങൾ വളരെ ഗൗരവത്തോടെ കാണേണ്ടതാണ്. അത് വെള്ളിയാഴ്ച ദിവസം യഥാർത്ഥത്തിൽ നിയമസഭാ അംഗങ്ങളുടേതാണ്. നിയമസഭയുടെ ഔദ്യോഗിക എല്ലാ നടപടിക്രമങ്ങൾക്കുമപ്പുറം നേരത്തെ പറഞ്ഞതുപോലെ ചോദ്യോത്തരവും അടിയന്തര പ്രമേയം വരെയുള്ള നടപടിക്രമങ്ങളും ഉണ്ടാകുമെങ്കിലും പ്രൈവറ്റ് ബില്ല് അവതരിപ്പിക്കാൻ നമ്മുടെ അംഗങ്ങൾക്ക് അധികാരം നൽകുന്ന ദിവസമാണ് വെള്ളിയാഴ്ച ദിവസം. പരമാവധി ആ ദിവസം ഒഴിവാക്കാതെ സ്പീക്കർ ശ്രദ്ധിക്കുകയും പ്രൈവറ്റ് ബില്ലവതരണത്തിലൂടെ പുതിയ സങ്കേതങ്ങളെ കണ്ടെത്തി പുതിയ പ്രശ്നങ്ങൾ, ആ ബില്ലുകൾ എത്രമാത്രം വിജയകരമാകും എന്നതിൽ നമുക്കെല്ലാവർക്കും അതിൻ്റെ ചരിത്രം അറിയാമെങ്കിലും നമ്മുടെ സമൂഹത്തിൻ്റെ ഓരങ്ങളിലേക്ക് മാറ്റി നിർത്തപ്പെട്ട ജനവിഭാഗത്തിൻ്റെയും ജനങ്ങളുടെയും പൊതുവിഷയങ്ങളുടെയും ചർച്ച നമ്മുടെ അംഗങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള ഒന്നാണത്. നിയമസഭാ സെക്രട്ടേറിയറ്റ് തന്നെ ഒരു ഘട്ടത്തിൽ
പ്രൈവറ്റ് ബില്ലുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ കൊടുത്താൽ അത് തയ്യാറാക്കി തരാൻ അംഗങ്ങളെ സഹായിക്കുന്നതുൾപ്പെടെയുള്ള നടപടിക്രമങ്ങൾക്ക് നേരത്തെ തയ്യാറായിട്ടുണ്ട്. അത് തുടർന്നും ഉണ്ടാകും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. അതുകൊണ്ട് സ്വകാര്യ ബില്ല് പ്രത്യേകിച്ച് നിയമസഭാ അംഗങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ നിയമസഭാ ചരിത്രത്തിൽ തന്നെ അപൂർവമായിട്ടുള്ള അധ്യായങ്ങളിൽ ഒന്നായിരിക്കും. അത് വളരെ പ്രസക്തമായി പിൽക്കാലത്ത് നമുക്ക് അവതരിപ്പിക്കാനും കഴിയും. ആ വിഷയത്തിൽ ഏറ്റവും ആധികാരികമായി താഴത്തോട്ട് പോകാനും കഴിയും. നേരത്തെ സംസാരിച്ചവരെല്ലാം ഇവിടെ പറഞ്ഞതുപോലെ ഇന്ന് നാളെയുമായി നടക്കുന്ന അത്തരം ചർച്ചകളിൽ ആധികാരികമായിട്ടുള്ള ചട്ടങ്ങളും 314 ചട്ടങ്ങളും അതിൻ്റെ സംവിധാനങ്ങളെക്കുറിച്ചൊക്കെ നിങ്ങളോട് വിശദീകരിക്കുമെങ്കിലും തപാൽ മാർഗം നീന്തൽ പഠിക്കാൻ പറ്റില്ല എന്ന വാക്കെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് മനസ്സിലാക്കിക്കൊണ്ട് നിയമസഭ ആരംഭിക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ആ നിയമസഭയിൽ ഉണ്ടാവുകയും നിയമസഭയുടെ ക്രമപ്രശ്നങ്ങൾ ഉൾപ്പെടെ അവതരിപ്പിക്കുന്നതിൽ ശ്രദ്ധേയമായ ഇടപെടൽ നടത്തുകയും ചട്ടങ്ങൾ എന്തു പറയരുത് എന്ന് പറയില്ല, എന്തു പറയാം എന്നേ പറയുകയുള്ളൂ. അതിൻ്റെ കൂട്ടത്തിൽ എന്തെല്ലാം പറയരുത് എന്നുകൂടി പഠിച്ചുകൊണ്ട് നിയമസഭയിൽ ഏറ്റവും നല്ല സാമാജികരായി മാറാൻ നമുക്ക് കഴിയട്ടെ. നമുക്കൊരു ടീമായി വർക്ക് ചെയ്യാം. രാഷ്ട്രീയത്തിനപ്പുറത്ത് നിയമനിർമ്മാണം എന്ന ഏറ്റവും മഹത്തരമായിട്ടുള്ള കർമ്മത്തിൻ്റെ അല്ലെങ്കിൽ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ലോകത്തിൻ്റെ മുമ്പിൽ കേരളത്തിൻ്റെ നിയമസഭയുടെ അന്തസ്സ് ഉയർത്തിപ്പിടിക്കാൻ ബഹുമാനപ്പെട്ട സ്പീക്കറുടെയും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെയും പ്രതിപക്ഷ നേതാവിൻ്റെയും എല്ലാ നേതൃത്വത്തിൽ നമുക്ക് ഒറ്റക്കെട്ടായി അണിചേരാം. അതിനുള്ള ഒരവസരമായി സാമാജികരുടെ ഈ പഠനശാല മാറട്ടെ എന്നുകൂടി ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നമസ്കാരം. സമ്മേളനത്തിന് കൃതജ്ഞത അറിയിക്കുന്നതിനായി ബഹുമാനപ്പെട്ട സെക്രട്ടറി ഇൻചാർജ് ശ്രീ ഷാജി സി ബേബിയെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ സാർ, ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്ത ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വി ഡി സതീശൻ സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സാർ, ആശംസ അർപ്പിച്ച് സംസാരിച്ച പി കെ കുഞ്ഞാലിക്കുട്ടി സാർ, കെ രാജൻ സാർ, അതുപോലെ സ്വാഗതം ആശംസിച്ച നമ്മുടെ ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ മാഡം, അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന മന്ത്രിമാർ, ബഹുമാനപ്പെട്ട മന്ത്രിമാർ, MLA മാർ, അതുപോലെ ലോക്സഭാ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാര്യ സാർ, ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള പുതിയ അംഗങ്ങൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം. 16ാം കേരള നിയമസഭയിലെ നിയമസഭാ സാമാജികർക്കായുള്ള നിയമസഭാ സെക്രട്ടേറിയറ്റ് സംഘടിപ്പിക്കുന്ന ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിൻ്റെ ഔപചാരികമായ ഉദ്ഘാടനം ഇവിടെ നിർവഹിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. ഈ 2 ദിവസങ്ങളിലായി 8ഓളം സെഷൻസാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. മുൻ മന്ത്രിമാരും നിലവിലുള്ള മന്ത്രിമാരും ഒക്കെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കും. നമ്മുടെ ലോക്സഭ മുൻ സെക്രട്ടറി ജനറൽ PDT ആചാര്യ സാർ ഒരു സെഷൻ നയിക്കുന്നുണ്ട്. അപ്പം എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. കാര്യം മികച്ച പാർലമെൻറ്ററിയന്മാരായിട്ടുള്ള ഇവിടെ ഈ വേദിയിലിരിക്കുന്നവർ പറയാൻ കാര്യങ്ങളെല്ലാം പറഞ്ഞു കഴിഞ്ഞുവെങ്കിലും ഈ 2 ദിവസവും എല്ലാവരുടെയും പങ്കാളിത്തം എല്ലാ സെഷനുകളിലും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. ഒരു ഉദ്ഘാടന ചടങ്ങ് കഴിഞ്ഞാൽ നമ്മളുടെ മറ്റു സെഷനുകളിൽ പങ്കാളിത്തം കുറയുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. കാര്യം നാളെയും വൈകിട്ട് 5 മണി വരെ സെഷൻസ് ഉണ്ട്. 71ഓളം പുതിയ നിയമസഭാംഗങ്ങളാണ് ഈ 16ാം കേരള നിയമസഭയിലുള്ളത്. അതുകൊണ്ട് എല്ലാവരുടെയും പങ്കാളിത്തം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുന്നു. ഈ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ, ഈ ഓറിയൻറ്റേഷൻ പ്രോഗ്രാമിന് നേതൃത്വം നൽകുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട ആദരണീയനായ സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അവർക്ക് ഈ സമ്മേളനത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ യോഗം ഉദ്ഘാടനം ചെയ്ത നമ്മുടെ ആദരണീയനായ മുഖ്യമന്ത്രി വി ഡി സതീശൻ സാറിന് നിയമസഭാ സെക്രട്ടറിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഈ സമ്മേളനത്തിൽ മുഖ്യ പ്രഭാഷണം നിർവഹിച്ചത് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ സാറാണ്. അദ്ദേഹത്തിനും നിയമസഭാ സെക്രട്ടറിയുടെ പേരിലുള്ള നന്ദി അറിയിക്കുന്നു. ആശംസ അർപ്പിച്ച് സംസാരിച്ച ബഹുമാനപ്പെട്ട വ്യവസായ വിവരസാങ്കേതിക വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാർ, കെ രാജൻ MLA, സ്വാഗതം ആശംസിച്ച ബഹുമാനപ്പെട്ട ഡെപ്യൂട്ടി സ്പീക്കർ ശ്രീമതി ഷാനിമോൾ ഉസ്മാൻ മാഡം എന്നിവർക്കും ഈ നിയമസഭാ സെക്രട്ടറിയുടെ പേരിലുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാനപ്പെട്ട മന്ത്രിമാർ, MLA മാർ, മുൻ മന്ത്രിമാർ, അതുപോലെ ക്ലാസ് എടുക്കാൻ വേണ്ടി എത്തിച്ചേർന്നിട്ടുള്ളവർ, അതുപോലെ മാധ്യമപ്രവർത്തകർ, എല്ലാവർക്കും പ്രത്യേക ഈ യോഗത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി പറയുന്നു. അതുപോലെ ഈ നമ്മുടെ ഈ 2 ദിവസത്തെ പ്രോഗ്രാം നമ്മൾ സംഘടിപ്പിക്കുന്നത് നിയമസഭാ സെക്രട്ടേറിയറ്റിലെ കേലാംസ് വിഭാഗമാണ്. കേലാംസിലെ ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ ഒരു മാസത്തോളം ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഈ തയ്യാറെടുത്തത്. അവർക്കും പ്രത്യേക നന്ദി പറയുന്നു. അതുപോലെ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ സ്പീക്കറുടെയും ഡെപ്യൂട്ടി സ്പീക്കറുടെയും പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളുണ്ട്. മന്ത്രിമാരുടെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളോടുകൂടി ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. കാര്യം അവർക്കും ഈ ചട്ടങ്ങളെയും കുറിച്ചൊക്കെ അവർക്കും അറിവ് വേണ്ടതാണ്. അപ്പം
അങ്ങനെ എത്തിച്ചേർന്നിട്ടുള്ള എല്ലാവർക്കും ഈ യോഗത്തിൻ്റെ പേരിലുള്ള പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു.